love it. Praise Lord. ഓക്കെ അല്ലേ? ആ ഇത് ഓക്കെയാണ് ഓക്കെയാണ്. എല്ലാം റെഡി ആയോ? റെഡി റെഡി. ആ ഇത് കാര്യമില്ല. ഇത് താഴത്തേക്ക് പോകുന്ന ഇത് ചെയ്യുന്നത് റെഡിയാണ്. പ്ലസ് പാർട്ട് പ്ലസ് റെഡി ചെയ്യേ. ചെയ്തേ. എന്താ പറയുന്നത്? എന്താണ് സന്തോഷമായിരിക്കുന്നോടെ ഒരു സൺഡേ ഞങ്ങൾക്ക് സ്പെയർ ചെയ്തു തീർച്ചയായിട്ടും സൺഡേ പറ്റും. ഞാൻ വിളിക്കാം പക്ഷേ ഇത് ആ ഞാൻ കേട്ടിട്ടുണ്ട്. ആ നേരത്തെ ആകെന്ന് പറഞ്ഞു വിജയ് ലൈംഗിക്കാനാണ് ടെസ്റ്റ് അതെ ആ തിരിച്ചു നോക്കാമല്ലോ. നോക്കട്ടോ നോക്കട്ടോ. വർഷങ്ങള് വെൻസെറ്റ് ജോയിൻ ചെയ്തിരുന്ന കേസ് ചെയ്യാൻ പറഞ്ഞു. ഏതാ ചെയ്തില്ലേ? ഞാൻ ചോദിക്കാറുള്ളൂ. കേച്ചറിയാനോ?
ഏകാഗ്രമാക്കി കൊടുത്തുകൊണ്ട് നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥനയോടെ ദൈവപാദപീഠത്തിലേക്ക് അടുത്തു വരുമ്പോൾ ഇന്ന് രാത്രിയിലത്തെ ഈ മീറ്റിംഗ് ഏറ്റവും അനുഗ്രഹമായി തീരേണ്ടതിനായി നമ്മുടെ ആത്മമനുഷ്യന് സമ്പുഷ്ടീകരണം വരുത്തുന്ന നമ്മൾ അറിയേണ്ട അനേകം വസ്തുതകളെ പറ്റി വ്യക്തമായ ബോധ്യം ലഭിക്കുവാൻ ഇന്ന് രാത്രിയും കർത്താവ് നമ്മെ സഹായിക്കേണ്ടതിനായിട്ട് നമുക്ക് ഒരുമിച്ച് ദൈവത്തോട് പ്രാർത്ഥിക്കാം. പ്രിയ കർത്താവെ, നന്ദി പറയുന്നു. ഒരുമിച്ച് കട സന്നിധി ഞങ്ങൾ അടുത്തു വരുന്നു. ഞങ്ങളുടെ സാന്നിധ്യത്തിനായി സ്തോത്രം. കർത്താവെ, ഈ മീറ്റിംഗിന്റെ ആരംഭ സമയം മുതൽ ഇത് അവസാനിക്കുന്ന സമയം വരെയും അങ്ങയുടെ തിരുസാന്നിധ്യം ഉണ്ടായിരിക്കണമേ. കർത്താവെ, ഇതിന്റെ എല്ലാ ക്രമീകരണങ്ങളുടെ മേലും കർത്താവെ, ഇതിന്റെ സാങ്കേതികമായ എല്ലാ കാര്യങ്ങളും അനുകൂലമാക്കി സ്വർഗം തരണം. ഇത് അങ്ങയുടെ നാമത്തിന്റെ മഹത്വമാക്കി സ്വർഗം തീർക്കണം. കർത്താവെ, ഗാനങ്ങൾ ആലപിക്കുന്ന കർത്താവെ, പ്രിയ മകനെ ഓർത്തുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. പ്രിയ ബെൻസിനെ ദൈവം ശക്തീകരിക്കണമേ. അനുഗ്രഹപ്രദമായ രീതിയിൽ കർത്താവെ, ഞങ്ങൾക്ക് ഒരുമിച്ച് അങ്ങേ മഹത്വപ്പെടുത്തുവാൻ സർവശക്തൻ സഹായിക്കണം. വചന സംസാരിക്കുന്ന പ്രിയ പാസ്റ്ററുകളെ ഓർത്തുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. ദൈവം സഹായിക്കണമേ. കർത്താവെ, ഞങ്ങൾ അറിയേണ്ട, കർത്താവ് ഈ കാലഘട്ടത്തിൽ ഞങ്ങൾ തിരിച്ചറിയേണ്ട ദൈവീക വസ്തുതകളെ പറ്റിയുള്ള ബോധ്യം രാത്രി കർത്താവെ പ്രിയദാസിലൂടെ ഞങ്ങൾക്ക് നിറയേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. കർത്താവ്, ഇതിൽ പങ്കെടുക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ദൈവം സഹായിക്കും. പ്രാർത്ഥന കേട്ട കൃപയ്ക്ക് നന്ദി. യേശു ക്രിസ്തുവിന്റെ സ്തുല്യ നാമത്തിൽ തന്നെ ആമേൻ. നമ്മൾ തുടർന്നുള്ള നിമിഷങ്ങൾ ഒരുമിച്ച് ചില പാട്ടുകൾ പാടി കർത്താവിനെ മഹത്വപ്പെടുത്താൻ പോവുകയാണ്. ഇന്ന് രാത്രി നമ്മോടൊപ്പം ആയിരിക്കുന്ന പ്രിയ ബ്രദർ ബെൻസൺ ചെറിയാൻ അവരുകളെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. എന്റെ ഒരു അനുജനെ സഹോദരനെ ഓർത്ത് വളരെ ദൈവത്തെ സ്തുതിക്കുന്നു. ഷാർജ IPC ഉള്ള ബന്ധത്തിൽ ഇപ്പോൾ താൻ UAE ആയിരിക്കുന്നു. തന്റെ പിതാവ് അനുഗ്രഹീത കർത്തദാസൻ കെ ചെറിയാൻ അവരുകൾ പ്രിയ പാസ്റ്ററുകളിൽ അതിലുണ്ട്. പ്രത്യേകിച്ച് അനുഗ്രഹപ്രദമായ രീതിയിൽ ഈ കാലഘട്ടങ്ങളിൽ ദൈവത്താൽ ഉപയോഗിക്കപ്പെടുന്ന പ്രിയ ബെൻസനെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. തുടർന്നുള്ള നിമിഷങ്ങൾ ഒരുമിച്ച് പാടി നമുക്ക് മഹത്വപ്പെടുത്താം. അതിനായിട്ട് ബ്രദർ ബെൻസൺ ചെറിയാനെ വളരെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. പ്രൈസ് ദി ലോർഡ്. കേൾക്കാമോ പാസ്റ്റർ? കേൾക്കാം. പ്രൈസ് ദി ലോർഡ്. ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. ഇങ്ങനെ ഒരു അവസരം നൽകിയ പ്രിയ കർത്തൃദാസനും IPC ബെർഷബ നെടുങ്ങാടപ്പള്ളി IPCക്കും എൻ്റെ സ്നേഹം അറിയിക്കുന്നു. ഞാനിപ്പോൾ ആയിരിക്കുന്ന ദൈവസഭ ഷാർജ IPCയുടെ മുൻകാല ശുശ്രൂഷകൻ ഇന്ന് ആണ് നമ്മുടെ മുന്നിൽ കർത്താവിൻ്റെ വചനത്തിൽ നിന്ന് ശുശ്രൂഷിക്കാൻ വന്നിരിക്കുന്ന പാസ്റ്റർ VA പുരം ജോർജ് കുട്ടി. ദേവദാസൻ ഓർമ്മിപ്പിച്ച പോലെ എൻ്റെ ഒരു ജ്യേഷ്ഠ സഹോദരനെ പോലെ ആയിരിക്കുന്ന പാസ്റ്ററാണ് പാസ്റ്റർ ഫെയ്ത്ത്. അദ്ദേഹം ഈ കാലഘട്ടത്തിൽ ചെറുപ്പക്കാരുടെ ഇടയിൽ വളരെ ശക്തമായി ഉപയോഗപ്പെടുന്ന ഒരു ദേവദാസനാണ്. അപ്പോൾ നമുക്ക് ചേർന്ന് കുറച്ച് സമയങ്ങൾ കർത്താവിൻ്റെ സന്നിധിയിൽ നമുക്ക് പാട്ടുകളെ പാടി ആരാധിക്കാം. പഴയ ഗാനങ്ങളാണ്, നമുക്കെല്ലാവർക്കും ചേർന്ന് പാടാം. പുത്തനാം യെരൂശലേമിൽ എത്തും കാലമോർക്കുമ്പോൾ ഇത്തരയിൽ ഖേദമെല്ലാം മാഞ്ഞു പോകും. നമ്മുടെ ഈ സമയങ്ങളിൽ നമ്മൾ ഒരുപാട് വിഷമത്തിലൊക്കെ ആയിരിക്കുന്ന ഈ സമയത്തിൽ, ഈ കാലഘട്ടത്തിൽ മുന്നോട്ട് എന്ത് നടക്കുമെന്നൊക്കെ ഓർത്തിരിക്കുമ്പോൾ നമുക്ക് ഒരു പ്രത്യാശ, നമ്മൾ ദൈവമക്കളായിരിക്കുന്നതുകൊണ്ട് നമുക്ക് ഒരേ ഒരു പ്രത്യാശയുള്ളൂ, പുത്തനാം യെരൂശലേമിൽ എത്തുന്ന ഒരു കാലം നമുക്കുണ്ട്. ഹല്ലേലൂയ. നമുക്കെല്ലാവർക്കും ചേർന്ന് കരങ്ങളെ അടിച്ച് നമ്മുടെ ഭവനങ്ങളിൽ ഇരുന്ന് പാടാം. ഉല്ലാസഘോഷമായി സിയോനിൽ വാണിടും, ദുഃഖം നെടുവീർപ്പും സർവവും തീർന്നിടും. ഉല്ലാസഘോഷമായി സിയോനിൽ വാണിടും, ദുഃഖം നെടുവീർപ്പും സർവവും തീർന്നിടും. നിത്യ നിത്യ സന്തോഷം ശിരസിൽ വഹിച്ചവർ നിത്യതയ്ക്കുള്ളിൽ മറയും തീരും കാലവും. പുത്തനാം യെരൂശലേമിലെത്തും കാലമൊക്കുമ്പോൾ ഇത്തരയിൽ ഖേദമെല്ലാം മാഞ്ഞു പോകുമേ. ആമേൻ. പുത്തനാം യെരൂശലേമിലെത്തും കാലമൊക്കുമ്പോൾ ഇത്തരയിൽ ഖേദമെല്ലാം മാഞ്ഞു പോകുമേ. കഷ്ടത പട്ടിണി ഇല്ലാത്ത നാട്ടിൽ നാം കർത്താവൊരുക്കുന്ന സന്തോഷ വീട്ടിൽ നാം തേജ
തേജസ്സേറും മോഹന കിരീടങ്ങൾ ധരിച്ചു നാം രാജരാജനേശുവോടു കൂടെ വാഴുമേ. ആമേൻ. തേജസ്സേറും മോഹന കിരീടങ്ങൾ ധരിച്ചു നാം രാജരാജനേശുവോടു കൂടെ വാഴുമേ. ആമേൻ. ഓ പുത്തനാം യെരൂശലേമിലെത്തും കാലമൊക്കുമ്പോൾ ഇദ്ധരയിൽ ഖേദമെല്ലാം മാഞ്ഞുപോകുമേ. ആമേൻ. പുത്തനാം യെരൂശലേമിൽ എത്തും കാലമൊക്കുമ്പോൾ ഇദ്ധരയിൽ ഖേദമെല്ലാം മാഞ്ഞുപോകുമേ. ആമേൻ. നീതി സൂര്യ ശോഭയാൽ എന്നുള്ളിരുൾ മാറിടും ഭീതിയും അനീതിയും അങ്ങില്ലാലേശവും. ആമേൻ. ഓ നീതി സൂര്യ ശോഭയാൽ എന്നുള്ളിരുൾ മാറിടും ഭീതിയും അനീതിയും അങ്ങില്ലാലേശവും. സന്തോഷശോഭനം ആ നല്ല നാളുകൾ ലോകം ഭരിച്ചിടും കർത്താവിനാളുകൾ. സന്തോഷശോഭനം ആ നല്ല നാളുകൾ ലോകം ഭരിച്ചിടും കർത്താവിനാളുകൾ. ശോകം രോഗം യുദ്ധം ക്രുദ്ധം ജാതികളിൽ വിപ്ലവം പോകുമെല്ലാം യേശുരാജൻ കൂടെ വാഴുമ്പോ. ആമേൻ. ശോകം രോഗം യുദ്ധം ക്രുദ്ധം ജാതികളിൽ വിപ്ലവം പോകുമെല്ലാം യേശുരാജൻ കൂടെ വാഴുമ്പോ. ആമേൻ. പുത്തനാം യെരൂശലേമിലെത്തും കാലമൊക്കുമ്പോ ഇദ്ധരയിൽ ഖേദമെല്ലാം മാഞ്ഞുപോകുമേ. ആമേൻ. പുത്തനാം യെരൂശലേമിലെത്തും കാലമൊക്കുമ്പോ ഇദ്ധരയിൽ ഖേദമെല്ലാം മാഞ്ഞുപോകുമേ. ആമേൻ. സത്യശുദ്ധ പാതയിൽ നടന്നു വന്ന ശുദ്ധന്മാർ വീണ്ടെടുക്കപ്പെട്ട സർവ്വദൈവ മക്കളും. ആമേൻ. സത്യശുദ്ധ പാതയിൽ നടന്നു വന്ന ശുദ്ധന്മാർ വീണ്ടെടുക്കപ്പെട്ട സർവ്വദൈവ മക്കളും. ഉല്ലാസഘോഷമാ സിയോനിൽ വാണിടും നിത്യം നെടുവീർപ്പും സർവവും തീർന്നിടും. നിത്യ നിത്യ സന്തോഷം ശിരസിൽ വഹിച്ചവർ നിത്യതയ്ക്കുള്ളിൽ മറയും തീരും കാലവും. ആമേൻ. നിത്യ നിത്യ സന്തോഷം ശിരസിൽ വഹിച്ചവർ നിത്യതയ്ക്കുള്ളിൽ മറയും തീരും കാലവും. ആമേൻ. പുത്തനാം യെരൂശലേമിലെത്തും കാലമൊക്കുമ്പോ ഇദ്ധരയിൽ ഖേദമെല്ലാം മാഞ്ഞുപോകുമേ. ആമേൻ. പുത്തനാം യെരൂശലേമിലെത്തും കാലമൊക്കുമ്പോ ഇദ്ധരയിൽ ഖേദമെല്ലാം മാഞ്ഞുപോകുമേ. ആമേൻ. സത്യശുദ്ധ പാതയിൽ നടന്നു വന്ന ശുദ്ധന്മാർ വീണ്ടെടുക്കപ്പെട്ട സർവ്വദൈവ മക്കളും. ആമേൻ. സത്യശുദ്ധ പാതയിൽ നടന്നു വന്ന ശുദ്ധന്മാർ വീണ്ടെടുക്കപ്പെട്ട സർവ്വദൈവ മക്കളും. ഉല്ലാസഘോഷമാ സിയോനിൽ വാണിടും ദുഃഖം നെടുവീർപ്പും സർവവും തീർന്നിടും. നിത്യ നിത്യ സന്തോഷം ശിരസിൽ വഹിച്ചവർ നിത്യതയ്ക്കുള്ളിൽ മറയും തീരും കാലവോ. നിത്യ നിത്യ സന്തോഷം ശിരസിൽ വഹിച്ചവർ നിത്യതയ്ക്കുള്ളിൽ മറയും തീരും കാലവോ. പുത്തനാം യെരൂശലേമിലെത്തും കാലമൊക്കുമ്പോ ഇദ്ധരയിൽ ഖേദമെല്ലാം മാഞ്ഞുപോകുമേ. ആമേൻ. പുത്തനാം യെരൂശലേമിലെത്തും കാലമൊക്കുമ്പോ ഇദ്ധരയിൽ ഖേദമെല്ലാം മാഞ്ഞുപോകുമേ. കഷ്ടത പട്ടിണി ഇല്ലാത്ത നാട്ടിൽ നാം കർത്താവൊരുക്കുന്ന സന്തോഷ വീട്ടിൽ നാം തേജസ്സേറും മോഹന കിരീടങ്ങൾ ധരിച്ചു നാം രാജരാജനേശുവോടു കൂടെ വാഴുമേ. ഓ തേജസ്സേറും മോഹന കിരീടങ്ങൾ ധരിച്ചു നാം രാജരാജനേശുവോടു കൂടെ വാഴുമേ. ആമേൻ. പുത്തനാം യെരൂശലേം എത്തും കാലമൊക്കുമ്പോ ഇദ്ധരയിൽ ഖേദമെല്ലാം മാഞ്ഞുപോകുമേ. ആമേൻ. പുത്തനാം യെരൂശലേമിലെത്തും കാലമൊക്കുമ്പോ ഇദ്ധരയിൽ ഖേദമെല്ലാം മാഞ്ഞു
ആമേൻ. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ പുത്തനാം യെരൂശലേമിൽ എത്തും കാലം ഓർക്കുമ്പോൾ നമ്മുടെ കഷ്ടതയെല്ലാം മാറിപ്പോകും. ഇത്തരയിലുള്ള ഖേദങ്ങളെല്ലാം മാറിപ്പോകും. നമ്മൾ ആ കർത്താവിൻ്റെ സന്നിധിയിൽ ചേരുമ്പോൾ നമ്മുടെ ദുഃഖങ്ങളെല്ലാം മാറിപ്പോകും. ഒരു പാട്ടോട് നമുക്ക് ചേർന്ന് പാടാം. മാറില്ലവൻ മറക്കില്ലവൻ ഈ ദൈവം എൻ്റെ ദൈവം എന്നുള്ള ഗാനം നമുക്ക് എല്ലാവർക്കും ചേർന്ന് പാടാം. മാറില്ലവൻ മറക്കില്ലവൻ മയങ്ങില്ലവൻ ഉറങ്ങില്ലവൻ മാറില്ലവൻ മറക്കില്ലവൻ മയങ്ങില്ലവൻ ഉറങ്ങില്ലവൻ ഈ ദൈവം എൻ്റെ ദൈവം ഈ താതൻ എൻ്റെ താതൻ ഈ ദൈവം എൻ്റെ ദൈവം ഈ താതൻ എൻ്റെ താതൻ കരുതുന്നവൻ കാക്കുന്നവൻ കരുണയുള്ളോൻ കൈവിടില്ലെന്നെ കരുതുന്നവൻ കാക്കുന്നവൻ കരുണയുള്ളോൻ കൈവിടില്ലെന്നെ ഈ ദൈവം എൻ്റെ ദൈവം ഈ താതൻ എൻ്റെ താതൻ ഈ ദൈവം എൻ്റെ ദൈവം ഈ താതൻ എൻ്റെ താതൻ പോറ്റുന്നവൻ പുലർത്തുന്നവൻ മാനിക്കുന്നോ പരമോന്നതൻ പോറ്റുന്നവൻ പുലർത്തുന്നവൻ മാനിക്കുന്നോ പരമോന്നതൻ ഈ ദൈവം എൻ്റെ ദൈവം ഈ താതൻ എൻ്റെ താതൻ ഈ ദൈവം എൻ്റെ ദൈവം ഈ താതൻ എൻ്റെ താതൻ ചേർന്ന് പറയാം. ഓ ഈ ദൈവം എൻ്റെ ദൈവം ഈ താതൻ എൻ്റെ താതൻ നമ്മളെ കരുതുന്നവൻ നമ്മളെ കാക്കുന്നവൻ നമ്മളെ മാനിക്കുന്നവൻ നമ്മെ മറക്കാത്തവൻ നമ്മളെ ഒരിക്കലും കൈവിടാത്തവനെ ചേർന്ന് നമ്മുടെ ഹൃദയത്തിൽ നിന്ന് പറയാം. ഈ ദൈവം എൻ്റെ ദൈവം ഈ ദൈവം എൻ്റെ ദൈവം ഈ താതൻ എൻ്റെ താതൻ ഓ ഈ ദൈവം എൻ്റെ ദൈവം ഈ താതൻ എൻ്റെ താതൻ കരുതുന്നവൻ കാക്കുന്നവൻ കരുണയുള്ളോൻ കൈവിടില്ലെന്നെ കരുതുന്നവൻ കാക്കുന്നവൻ കരുണയുള്ളോൻ കൈവിടില്ലെന്നെ ഈ ദൈവം എൻ്റെ ദൈവം ഈ താതൻ എൻ്റെ താതൻ ഈ
തേജസ്സേഴും നിൻമുഖമെൻ ഹൃദയത്തിനാനന്ദമേ. ആരാധൻ യേശുപരാ, വണങ്ങുന്നു ഞാൻ പ്രിയനേ. തേജസ്സേഴും നിൻമുഖമെൻ ഹൃദയത്തിനാനന്ദമേ. മാധുര്യമാ നിൻമൊഴികൾ തണുപ്പിക്കുന്നെൻ ഹൃദയം. മാധുര്യമാ നിൻമൊഴികൾ തണുപ്പിക്കുന്നെൻ ഹൃദയം. ആരാധ്യൻ യേശുപരാ, വണങ്ങുന്നു ഞാൻ പ്രിയനേ. തേജസ്സേഴും നിൻമുഖമെൻ ഹൃദയത്തിനാനന്ദമേ. ആരാധ്യൻ യേശുപരാ, വണങ്ങുന്നു ഞാൻ പ്രിയനേ. തേജസ്സേഴും നിൻമുഖമെൻ ഹൃദയത്തിനാനന്ദമേ. Lord, our loving Heavenly Father, we thank you one more time for the marvelous time you have given us in our life, Lord Jesus. Father, Lord, we come unto your presence, Lord. We bless this meeting, Lord Jesus, right from the start to the end, Lord Jesus. Father, we want you to speak to us, Father, Lord Jesus. We want to, Lord Jesus, interfere into our hearts, Lord Jesus. Father, we submit your servant into your mighty arms. Let him speak from your word, Lord. Hallelujah. We want you to speak from him, Lord Jesus. Bless him, Lord Jesus. Let it be a great blessing for each one of us, Lord. In Christ's name we pray. Amen. Amen. Jesus. Praise God. നമുക്ക് ഒരുമിച്ച് കർത്താവിനെ പാടി മഹത്വപ്പെടുത്തുവാൻ ഇന്ന് രാത്രിയും കർത്താവ് അവസരം നൽകി. വളരെ പ്രാർത്ഥനയോടെ നമുക്ക് ദിവസത്തിലായിരിക്കാൻ തുടർന്ന് നടക്കുന്ന ശുശ്രൂഷകളുടെ അനുഗ്രഹത്തിനായിട്ട് നമുക്ക് ഒരുമിച്ച് നമ്മുടെ തലകളെ വണക്കാം, ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. വചന ശുശ്രൂഷ ഏറ്റവും അനുഗ്രഹമായി തീരേണ്ടതിനായി, പ്രിയ കർത്തൃദാസനെ ദൈവം ശക്തമായി ഉപയോഗിക്കേണ്ടതിനായിട്ട് നമ്മൾ എല്ലാവരും ദൈവസന്നിധിയിൽ വളരെ പ്രാർത്ഥനയോടെ കർത്താവിന്റെ പാദപീഠത്തിലായിരിക്കുമ്പോൾ പ്രിയ ദേവദാസൻ പാസ്റ്റർ KC ജോൺ ഫ്ലോറിഡ അവറുകൾ ഇപ്പോൾ പ്രാർത്ഥിക്കുന്നതായിരിക്കും. സർവശക്തനായ ദൈവമേ, സ്വർഗ്ഗസ്ഥ പിതാവേ, ലോകത്തിന്റെ വിവിധ ഭാഗത്ത് ഉള്ളതായ ദൈവദാസന്മാർക്ക്, വിശ്വാസികൾക്ക് ഒന്നിച്ച് ഈ സൂം പ്ലാറ്റ്ഫോമിൽ കൂടെ വരുവാൻ അവിടെ നൽകി തന്ന അവസരത്തിനായി ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുകയും വാഴ്ത്തുകയും ചെയ്യുന്നു. ഇങ്ങനെ ഒരു ക്രമീകരണം ചെയ്തതായ IPC ഷേബ ചർച്ചിന് അവിടുന്ന് അനുഗ്രഹിക്കുമാറാകണമേ. വിശേഷാൽ അവിടെ ശുശ്രൂഷിക്കുന്ന പാസ്റ്റർ ബ്ലസ്സിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. നിന്റെ പ്രത്യേകമായ കൃപയും സാന്നിധ്യവും നിന്റെ മകന്റെ മേലുണ്ടായിരിക്കണമേ. ഈ പ്രത്യേകമായ ഈ മഹാമാരിയുടെ സമയത്ത് പ്രിയപ്പെട്ടവർക്ക് ഇങ്ങനെയൊക്കെ കർത്താവിന്റെ വേല ചെയ്യുവാൻ കൊടുത്തിരിക്കുന്ന താല്പര്യത്തിനായി ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. ഗാന ശുശ്രൂഷകളുടെ ബെൻസൺ നന്നായി ശുശ്രൂഷിപ്പാനിടയായല്ലോ. താനായിരിക്കുന്നതിനെ സൂക്ഷിക്കണമേ. തന്റെ യൗവനം കർത്താവിന് വേണ്ടി പാടുവാൻ അവിടുന്ന് ഉപയോഗിക്കുന്ന ഓർത്ത് ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. വിശേഷാൽ ഇന്ന് ദൈവവചന ശുശ്രൂഷിപ്പാൻ വേണ്ടി ഞങ്ങളെ മധ്യേ വന്നിരിക്കുന്ന എന്റെ ദാസൻ പാസ്റ്റർ ജോർജ് ഉടി അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. പുത്തൻ അഭിഷേകത്താഞ്ഞ് നിറയ്ക്കുകയും സഹായിക്കുകയും ചെയ്യണമേ. പെന്തക്കോസ്ത് സഭകളിൽ നേരിട്ടിരിക്കുന്നതായ ഈ ജനത്തിന്റെ മധ്യേ നേരിട്ടിരിക്കുന്നതായ ഈ കർത്താവെ, ഈ കൊടൂരമായിട്ടുള്ള ക്യാൻസർ പോലുള്ളതായ ഉപദേശ പിശകുകളൊക്കെ ഞങ്ങൾക്ക് വരച്ചു കാട്ടുമ്പോൾ നിന്റെ ദാസന് അതിനുള്ള കൃപ കൊടുത്ത് സഹായിക്കണമേ. വചനാനുഷ്ഠിതമായ ഒരു സഭ ഉടലെടുക്കുവാൻ, ആ സഭയിൽ കൂടെ മുൻപോട്ട് പോകാൻ ഞങ്ങൾക്കിടയാക്കി അതിൽ കാലാന്തരത്തിൽ ഞങ്ങൾക്ക് ആ ഉപദേശ വിഷയങ്ങളിലോ ജീവിത വിഷയങ്ങളിലോ
പാളിച്ചകൾ ഉണ്ടാകുവാൻ ഇടയാകാതെ പരിശുദ്ധാത്മാവ് ഞങ്ങളെ കാക്കുകയും സൂക്ഷിക്കുകയും ചെയ്യണം എന്നുണ്ടെങ്കിൽ പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ ദൈവവചനം കേൾക്കുക മാത്രമല്ല, ആ കേട്ടതനുസരണമായ തീരുമാനമെടുത്ത് ഞങ്ങളെ പ്രവൃത്തി പദത്തിൽ അത് കൊണ്ടുവരുവാൻ അവിടുന്ന് ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ന് ഈ ഫ്ലാറ്റിൽ വന്നിരിക്കുന്ന എല്ലാ കർത്തദാസന്മാരെയും സഹോദരി സഹോദരന്മാരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. വിശേഷാൽ ഈ വലിയ മഹാമാരിയിൽ നിന്ന് ഈ ലോകത്തെ വിടുവിക്കണമേ കർത്താവേ. അവിടുത്തെ കരം ഈ ദിവസങ്ങൾ നീട്ടുന്ന കണ്ട് അങ്ങേ മഹത്വപ്പെടുത്തുവാൻ ഇടയാക്കണമേ എന്നെങ്കിലും പ്രാർത്ഥിക്കുന്നു. ഞങ്ങളെ പ്രിയപ്പെട്ടവർ അനേകർ ഈ ലോകത്തിൽ നിന്ന് ഈ രോഗം മുഖാന്തരമായി മാറ്റപ്പെട്ടു. എന്നാൽ ഞങ്ങൾക്ക് പ്രിയപ്പെട്ടവർക്ക് ആർക്കും തന്നെ ഇനിയും ഈ പ്രയാസങ്ങൾ ഉണ്ടാകാതെ ഇവിടുന്ന് കാത്ത് സൂക്ഷിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഈ മീറ്റിംഗിന്റെ അവസാനം വരെ ഇവിടുന്ന് കൂടുതൽ സഹായിച്ചാട്ട് മഹത്വമാനം അവിടുന്ന് എടുക്കണമേ. യേശുവിന്റെ നാമത്തിൽ ഉപേക്ഷിക്കുന്നു. കൃപകൾക്ക് പ്രൈസ് ദി ലോർഡ്. കർത്താവ് നമ്മുടെ പ്രാർത്ഥന കേട്ടതിനായിട്ട് നമുക്ക് ഒരുമിച്ച് ദൈവത്തിന് അനുഗ്രഹീത ഫോക്കസ് ഡോക്ടറൽ എൻകൗണ്ടർ എന്ന ഈ പ്രോഗ്രാമിൽ ഞങ്ങളെ കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്നേഹ അഭിവാദനങ്ങൾ. നമ്മുടെ ഈ ലോക്ക്ഡൌൺ സമയത്ത് തുറമാനമായി നടന്നു വരുന്ന ഈ പ്രോഗ്രാമിൽ വ്യത്യസ്ത വിഷയങ്ങളെ എല്ലാ തിങ്കളാഴ്ചകളിലും പ്രത്യേക മീറ്റിങ്ങുകളായിട്ട് ഒരുമിച്ച് കൂടി അനുഗ്രഹിക്കപ്പെട്ട ദൈവദാസന്മാരുടെ ദൈവിക സന്ദേശങ്ങൾ കേൾക്കുവാൻ കർത്താവ് നമുക്ക് തുടർമാനം അവസരം നൽകിക്കൊണ്ടിരിക്കുന്നു. ഇന്ന് രാത്രിയും ഒരുക്കപ്പെട്ട ഈ വലിയ അവസരങ്ങൾക്കായിട്ട് കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. പ്രത്യേകിച്ച് ഈ ഒരു മാധ്യമത്തിലൂടെ നമ്മോടൊപ്പം ആയിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ദൈവദാസന്മാരുടെ ദൈവമക്കളുടെ നീണ്ട ഒരു നിര തന്നെ ഞാൻ ഇന്ന് രാത്രിയിൽ കാണുന്നുണ്ട്. എന്നാൽ സമയം നമ്മുടെ മുമ്പിൽ വളരെ മുമ്പോട്ട് പോയത് കൊണ്ട് വ്യത്യസ്ത ദേശങ്ങളിൽ നിന്ന്, യുണൈറ്റഡ് സ്റ്റേറ്റ്സിൽ നിന്ന്, ഗൾഫ് രാജ്യങ്ങളിൽ നിന്ന് മറ്റും ഞങ്ങളോടൊപ്പം ആയിരിക്കുന്ന എല്ലാ ദൈവദാസന്മാർക്കും ഒറ്റ വാക്കിൽ എല്ലാവരോടുമുള്ള സ്നേഹത്തെയും വന്ദനത്തെയും സ്വാഗതത്തെയും അറിയിക്കുന്നു. നമ്മോട് നമ്മുടെ പ്രാർത്ഥിച്ച പ്രിയ KC ജോൺ പാസ്റ്റർ, അതുപോലെ തന്നെ പ്രിയ ബാബു തോമസ് പാസ്റ്റർ, പ്രിയ ജസ്റ്റിൻ പാസ്റ്റർ, അതുപോലെ തന്നെ പ്രിയ പാസ്റ്റർ ഷിബു തോമസ് ഒക്ലഹോമ അവர்கள், അങ്ങനെയുള്ള ദൈവദാസന്മാരുടെ വലിയൊരു നിര തന്നെ കാണുന്നുണ്ട്. പ്രിയ കെ ചെറിയൻ പാസ്റ്റർ, എല്ലാവർക്കും, എല്ലാ ദൈവദാസന്മാർക്കും, പ്രിയ റോയ് പാസ്റ്റർ ഉണ്ട്, എല്ലാവരോടുമുള്ള സ്നേഹത്തെയും വന്ദനത്തെയും സ്വാഗതത്തെയും അറിയിക്കുന്നു. ഇന്ന് രാത്രിയിൽ നമ്മോട് ദൈവവചനം സംസാരിക്കേണ്ടതിനായി നമ്മുടെ ക്ഷണം സ്വീകരിച്ച് ഓൺലൈനിലായിരിക്കുന്ന പ്രിയ കത്തുദാസൻ പാസ്റ്റർ വിയവരും ജോർജോട്ടി അവരുടെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. പ്രിയ ബെൻസൺ തന്റെ ഗാനശുശ്രൂഷ വേളയിൽ പറഞ്ഞതുപോലെ പ്രിയ പാസ്റ്റർ IPC ഷാർജ സഭയുടെ മുൻ ശുശ്രൂഷകനാണ്. ബെൻസൺ ആ സഭയുടെ ഇപ്പോഴത്തെ അംഗമാണ്. ഞാൻ ആ സഭയുടെ ഒരു മുൻ അംഗത്തിന്റെ മകനാണ്. അപ്പോൾ എല്ലാം കൊണ്ടും ഷാർജ IPCയുമായി ബന്ധപ്പെട്ട ഒരു സീരീസ് ഓഫ് ലിങ്ക് തന്നെ ഇന്ന് രാത്രിയിലുണ്ട്. ഷാർജ IPCയിൽ അംഗങ്ങളായവരും ഇപ്പോൾ ആകുന്നവരുമായ അനേകം ഇന്ന് ഓൺലൈനിലുമുണ്ട്. എല്ലാവരെയും ഓർത്ത് പ്രത്യേകം ദൈവത്തെ സ്തുതിക്കുന്നു. എന്റെ പിതാവിനോടുള്ള ബന്ധത്തിൽ എന്റെ പിതാവിന്റെ ആത്മീയ പിതാവ് കൂടെയാണ് പ്രിയ കത്തുദാസൻ, പ്രിയ വിയൂരൻ ജോർജ് പാസ്റ്റർ. പ്രത്യേകിച്ച് ഇന്ന് രാത്രിയിൽ വളരെ ദീർഘവർഷത്തെ ശുശ്രൂഷ അനുഭവങ്ങളും വചനത്തിന്റെ ഏറ്റവും തിട്ടമേറിയ ഉറപ്പും കൈമുതലായിട്ടുള്ള പ്രിയ ദൈവദാസൻ ഈ കാലങ്ങളിൽ ദൈവത്താൽ അതിശക്തമായി ഉപയോഗിക്കുന്നതിനായി ഞാൻ വീണ്ടും ദൈവത്തെ സ്തുതിക്കുന്നു. പ്രത്യേകാൽ ഇന്ന് രാത്രിയിലത്തെ ഈ പ്രത്യേക മീറ്റിങ്ങിന് ഹൃദയപൂർവ്വമുള്ള സ്നേഹത്തെയും സ്വാഗതത്തെയും അറിയിക്കുന്നു. തുടർന്നുള്ള സമയങ്ങൾ ദൈവവചന ശുശ്രൂഷയ്ക്കായി കത്തുദാസൻ പാസ്റ്റർ വിയവരും ജോർജ് അവരുടെ വളരെ സ്നേഹത്തോടും ആദരവോടും കൂടെ സ്വാഗതം ചെയ്യുന്നു. കേൾക്കാമല്ലോ? കേൾക്കാം പാസ്റ്റർ, കേൾക്കാം. ഈ സൂം മീറ്റിംഗിൽ അറ്റൻഡ് ചെയ്യുന്ന ശ്രേഷ്ഠന്മാരായ എല്ലാ ദൈവദാസന്മാർക്കും തിരുനാമത്തിൽ വന്ദനം. ഞാൻ ഒരാളുടെ പേര് വിട്ടുപോയാൽ പ്രയാസമായതുകൊണ്ട് എല്ലാവരുടെയും പേര് പറയാനായിട്ട് ആഗ്രഹിക്കുന്നില്ല. പാസ്റ്റർ KC ജോൺ അവർ പ്രാർത്ഥിച്ചപ്പോൾ തന്നെ ഫ്ലോറിഡ കടലിന്റെ ബാക്ക്ഗ്രൗണ്ട്, ആ തിരമാല അടിച്ചു വരുന്നതും ഒക്കെ വളരെ സന്തോഷകരമായി തോന്നി. കർത്താവിന്റെ ദാസനും ഒക്കെ ഇതിനകത്ത് കയറിയല്ലോ. കർത്താവിൽ പ്രസിദ്ധനായ പാസ്റ്റർ ഷിബു തോമസ് ഒക്ലോമ, അതുപോലെ മറ്റേ ശ്രേഷ്ഠന്മാരായ ദൈവദാസന്മാർ നാട്ടിൽ നിന്നും ഗൾഫിൽ നിന്നും വിവിധ സ്ഥലങ്ങളിൽ നിന്ന് ജോയിൻ ചെയ്തുകൊണ്ടിരിക്കുന്നതുകൊണ്ട് സ്തോത്രം ചെയ്യുന്നു. ഈ മീറ്റിംഗ് കോർഡിനേറ്റ് ചെയ്ത പാസ്റ്റർ ഫെയ്ത്ത് ബ്ലസനെ ഓർത്ത് സ്തുതിക്കുന്നു. അദ്ദേഹത്തിന്റെ പിതാവ് ബ്ലസൻ ഷാർജ സഭയിലെ ഞാൻ ശുശ്രൂഷിച്ചുകൊണ്ട് പറഞ്ഞ അംഗമെന്ന് മാത്രമല്ല, ഞങ്ങൾ ദാവീദും യോനാഥാനും പോലെ ആത്മാർത്ഥ സുഹൃത്തുക്കളായിരുന്നു. അദ്ദേഹത്തിന്റെ മകൻ ശുശ്രൂഷയിൽ വളരെ ശോഭിക്കുന്നതിൽ എനിക്ക് സന്തോഷമുണ്ട്. പല അവസരങ്ങളും ഫെയ്ത്ത് എനിക്ക് വേണ്ടി ഒരുക്കിയിട്ടുണ്ട്. എല്ലാറ്റിനായി സ്തോത്രം ചെയ്യുന്നു. പ്രിയ ബെൻസണിൽ കൂടി അനുഗ്രഹിക്കപ്പെട്ട ആ ഗാനം കേട്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ ഇടയാക്കി. എന്നോട് സ്നേഹിച്ചും ഈ വിഷയങ്ങൾ പഠിക്കുവാൻ ആഗ്രഹിച്ചും ഇതിനകത്ത് വന്നിരിക്കുന്ന എല്ലാ കർത്താവിന്റെ ദാസന്മാർക്കും എല്ലാ ദൈവമക്കൾക്കും എന്റെ മാതൃസഭയായ വിയൂരം ബൈബിൾ സഭയിലെ അംഗങ്ങളും ഇതിനകത്തുണ്ട്. എല്ലാവർക്കും കർത്താവിന്റെ ദാസൻ ഉൾപ്പെടെ എല്ലാവരും ഉണ്ട്. എല്ലാവർക്കും എന്റെ വന്ദനത്തെ ഞാൻ അറിയിക്കുന്നു.
ഈ ഒരു മീറ്റിംഗ് പ്രത്യേകം ഒരു സുവിശേഷ യോഗമായിട്ടല്ല ക്രമീകരിക്കപ്പെട്ടിരിക്കുന്നത്. ഫെയ്ത്ത് എന്നോട് പറഞ്ഞപ്പോൾ തന്നെ പെന്തക്കോസ്റ്റിന്റെ മൂല്യച്യൂതിയെ കുറിച്ച് ഞങ്ങൾ തമ്മിൽ സംസാരിക്കുകയുണ്ടായി. ആ വിഷയം ഞാൻ എടുക്കുന്നത് നന്നായിരിക്കുമെന്ന് അദ്ദേഹം പറഞ്ഞതുകൊണ്ട് ആ പെന്തക്കോസ്റ്റിന്റെ മൂല്യച്യൂതിയെ കുറിച്ചാണ് ഇന്ന് എടുക്കുവാൻ ആഗ്രഹിക്കുന്നത്. ചിലപ്പോൾ ചിലർക്ക് ഇഷ്ടപ്പെട്ടില്ല എന്ന് വരാം. എന്നാൽ ചിലർക്ക് തിരുത്തലിന് ആഗ്രഹിക്കുന്നവർക്ക് അതൊരു പ്രയോജന കാരണമായി തീരുവാൻ ഇടയായിത്തീരും. നമ്മളെപ്പോഴും ഒരു സ്വയശോധനയ്ക്ക് വേണ്ടി തയ്യാറാകുന്നത് നമ്മുടെ ജീവിതത്തിൽ വളരെ നല്ലതാണ്. പെന്തക്കോസ്റ്റ് എന്ന് പറയുമ്പോൾ 50-ാം ദിവസം എന്നാണ്. എന്നാൽ നമ്മുടെ സഭയ്ക്ക് ആ പേര് വരുവാൻ കാര്യം പെന്തക്കോസ്റ്റ് നാളിൽ പരിശുദ്ധാത്മാവിന്റെ നിറവ് കൂടിയിരുന്ന അപ്പോസ്തലന്മാരുടെ മേലും 120 പേരുടെ മേൽ ഉണ്ടായപ്പോൾ ആ പെന്തക്കോസ്റ്റ് അനുഭവം പ്രാപിച്ചത് കൊണ്ട് പെന്തക്കോസ്റ്റ് ഒരു പേരല്ല, പെന്തക്കോസ്റ്റ് ഒരു അനുഭവമാണ്. എന്നാൽ ആ പെന്തക്കോസ്റ്റ് സഭയ്ക്ക് ഇന്ന് മൂല്യച്യൂതി വന്നിരിക്കുന്നു എന്ന് ഞാൻ പറയാറ് നമുക്ക് എല്ലാവർക്കും അറിയാം. നമ്മുടെ ആരംഭകാലങ്ങളിൽ, കേരളക്കരയിലെ പെന്തക്കോസ്റ്റിന്റെ ആരംഭകാലങ്ങളിൽ പിതാക്കന്മാരെ ആരാധിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തി അവരുടെ ഇടയിൽ ഇറങ്ങി നിന്ന ദൈവ തേജസ്, ദൈവികമായ അനുഗ്രഹങ്ങൾ എല്ലാം നമ്മൾ അവരിൽ നിന്ന് പറഞ്ഞും ചിലരെല്ലാം നമുക്ക് അനുഭവത്തിൽ കൂടെ മനസ്സിലാക്കുവാൻ ഇടയായിട്ടുണ്ട്. എന്നാൽ ഇന്ന് അന്തരീക്ഷങ്ങളെല്ലാം മാറി നമ്മുടെ സഭകൾ ഒരു സൊസൈറ്റിയിൽ പോകുന്നത് പോലെ, ഏതെങ്കിലും ഒരു സൊസൈറ്റിയിൽ പോകുന്നത് പോലെ ഉള്ള പ്രതീതിയാണ്. എല്ലായിടവുമല്ല, ചില ഇടങ്ങളിലുള്ളത്. ഏതെങ്കിലും ഒരു ക്ലബിലെ മെമ്പറായി ചേർന്നത് പോലെ പെന്തക്കോസ്ത് സഭയിലെ ഒരു അംഗമായി പോകുന്നു എന്ന പ്രതീതിയിലാണ് ചില സഭകളെങ്കിലും മുമ്പോട്ട് പോകുന്നു എന്നുള്ള കാര്യം വളരെ ദുഃഖത്തോടു കൂടെ ഞാൻ ഓർമ്മിക്കട്ടെ. ഇതിനെല്ലാം പരിഹാരമില്ലേ? നമ്മളൊരു പരിശോധനയ്ക്ക് വേണ്ടിയും വിലയിരുത്തലിന് വേണ്ടിയും നമ്മൾ തയ്യാറായാൽ നമ്മുടെ പല ന്യൂനതകളും കണ്ടുപിടിക്കുവാനും നമുക്കൊരു മടങ്ങിവരവിനുള്ള സമയമുണ്ട്. ഇസ്രായേൽ ജനം പ്രവാസത്തിൽ ബാബിലോണിലായിരുന്നപ്പോൾ യിരെമ്യാവിന്റെ ഒരു പ്രാർത്ഥനയുണ്ട്. ഹോവേ, ഞങ്ങൾ മടങ്ങി വരേണ്ടതിന് ഞങ്ങളെ നിങ്കലേക്കൊന്ന് മടക്കി വരുത്തണമേ, പണ്ടത്തെ പോലെ ഒരു നല്ല കാലം ഞങ്ങൾക്ക് വരുത്തണമേ. ഇപ്പോൾ ബാബിലോണിലായിരിക്കുന്നവരോട് ഒരു പാട്ട് പാടാൻ പറഞ്ഞിട്ട് പോലും അവർക്ക് പാടാൻ കഴിയുന്നില്ല. അവിടെ കിന്നരങ്ങളെല്ലാം അലറിവൃക്ഷങ്ങളെ തൂക്കിയിട്ടുകൊണ്ടിരിക്കുക. ഞങ്ങളെ പീഡിപ്പിച്ചവർ ഞങ്ങളോട് സന്തോഷത്തെയൊക്കെ ചോദിച്ചു. പക്ഷേ യഹോവയുടെ ഗീതം അന്യദേശത്ത് പാടുന്നത് എന്താ എന്ന് പറഞ്ഞ് പിന്മാറ്റത്തിന്റെ അവസ്ഥയിലായിരിക്കുന്നവരാണ്. എന്നാൽ നിങ്ങൾക്ക് അറിയാമല്ലോ, ഒരു ഉണർവ് ആരംഭിക്കുന്നത് ഒരു സമൂഹം മൊത്തമല്ല, ചിലരിൽ കൂടെയാണ് ആ ഉണർവ് ഉണ്ടാകുന്നത്. നമുക്കറിയാം, പഴയ നിയമത്തിൽ ഇവർ പിന്മാറ്റത്തിൽ പോകുമ്പോഴും ഇതിനെക്കുറിച്ച് ഓർത്ത് കരയുന്ന ഒരു നെഹമ്യാവുണ്ട്, ഒരു യിരെമ്യാവുണ്ട്, ഒരു യെശയ്യാവുണ്ട്, ഒരു എസെക്കിയേലുണ്ട്, ഒരു ദാനിയേലുണ്ട്. ഇതുപോലുള്ള ചില വ്യക്തികൾ അതിനുവേണ്ടി അവരെ ആത്മാർത്ഥമായി കരയുകയും പ്രാർത്ഥിക്കുകയും ചെയ്തതിന്റെ ഫലമായിട്ടാണ് ഒരു മടങ്ങിവരവ് ദൈവം കൊടുത്തത്. ഈ കാലയളവിൽ ഞാൻ നിങ്ങളോട് ഓർമ്മിക്കട്ടെ, പെന്തക്കോസ്ത് സഭയ്ക്ക് മൊത്തമായിട്ട് ഒരു ഉണർവ് ഉണ്ടാകണം നമ്മൾ ആഗ്രഹിക്കുമ്പോൾ മൊത്തമായ ഒരു പ്രാർത്ഥന നടക്കണമെന്നില്ല. ഞാൻ ഇന്ന് പ്രസംഗിക്കുന്ന ദൈവനം കേൾക്കുന്ന ദൈവമക്കളെങ്കിലും കർത്താവേ, ഞങ്ങൾക്കൊരു മടങ്ങിവരവ് ആവശ്യമാണ്. അതിന് ഞങ്ങൾ എന്തെല്ലാം ചെയ്യണം? പെന്തക്കോസ്തിന്റെ മൂല്യച്യൂതി നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ ഈ നാളുകളിലായി ഒരു മടങ്ങിവരവിന് വേണ്ടി സഹായിക്കണമേ എന്ന് ദൈവത്തോട് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നെങ്കിൽ തീർച്ചയായും അവിടെവിടങ്ങളിലായി ദൈവം ഉണർവായിരിക്കും. നമുക്കറിയാം, തീ എന്ന് പറഞ്ഞത് ഒരു വിറകായിരിക്കും ആദ്യമേ കത്തുന്നത്. വനം മൊത്തമല്ല കത്തുന്നത്. ആരെങ്കിലും ഒരാൾ തീപ്പെട്ടിക്കൊള്ളി ഉറച്ചിട്ടതോ അല്ലെങ്കിൽ അവൻ വലിച്ച സിഗരറ്റിന്റെ ഒരു കുറ്റി അവിടെ ഇട്ടതോ ഒരു കരിയിലെ തട്ടി ആ കരിയിലെ തീ കത്തി അങ്ങനെയാണ് കാട് മുഴുവൻ തീയാകുന്നത് എന്ന് പറഞ്ഞതുപോലെ നമ്മിൽ ചിലരിൽ ഉണ്ടാകാവുന്ന ഒരു വലിയ മാനസാന്തരം, ഞാൻ ഉൾപ്പെടെ നമ്മിൽ ഉണ്ടാകാവുന്ന മാനസാന്തരം, നമുക്ക് ദൈവത്തിങ്കിലേക്ക് ഒരു മടങ്ങിവരവ് നമ്മിൽ ഉണ്ടാകുകയാണെങ്കിൽ നമുക്ക് മാത്രമല്ല അനേകർക്ക് അതൊരു അനുഗ്രഹ കാരണമായി തീരുവാൻ ഇടയാകുമെന്നുള്ളതിന് രണ്ട് പക്ഷമില്ല. അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ നമുക്ക് ദൈവത്തിങ്കിലേക്ക് ഒരു മടങ്ങിവരവിന് വേണ്ടി ആഗ്രഹിക്കുന്നെങ്കിൽ ദൈവം നമ്മെ കൊണ്ട് വൻ കാര്യം ചെയ്യിക്കുന്നുള്ളതിന് രണ്ട് പക്ഷമില്ല എന്നുള്ള കാര്യം ഞാൻ നിങ്ങളോട് ഓർമ്മിച്ചു കൊള്ളട്ടെ. അവിടെ നമുക്ക് ദൈവത്തിങ്കിലേക്ക് ഒരു മടങ്ങിവരവിന് വേണ്ടി നമ്മൾ ആഗ്രഹിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യണം. ഞാൻ ഇന്ന് എടുക്കാൻ പോകുന്ന വിഷയം 1 മണിക്കൂർ കൊണ്ട് തീരുമോ എന്ന് എനിക്ക് അറിയത്തില്ല. എങ്കിലും എല്ലാ ഭാഗങ്ങളും വെട്ടിച്ചുരുക്കി ഉള്ള സമയം കൊണ്ട് പ്രധാനപ്പെട്ട ഭാഗങ്ങൾ നിങ്ങളോട് പറവാനായിട്ടാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഞാൻ ഇന്ന് എടുക്കാൻ ആഗ്രഹിക്കുന്ന വിഷയം പെന്തക്കോസ്തിന്റെ തനിമ നഷ്ടപ്പെടുന്ന കാരണങ്ങളെ കുറിച്ചാണ് പറവാനായിട്ട്. പെന്തക്കോസ്തിന്റെ തനിമ നഷ്ടപ്പെടുന്ന കാര്യങ്ങളെ കുറിച്ചാണ് പറവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നത്. ഒന്നാമത് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, നമ്മുടെ സഭകളിൽ രക്ഷാനിർണയം പ്രാപിച്ചവർ
അളവ് കുറയുകയും അനാത്മീയന്മാർ വർദ്ധിക്കുകയും ചെയ്യുന്നു. ഒന്നുകൂടെ ഞാൻ വ്യക്തമായി പറയട്ടെ, നമ്മുടെ സഭകളിൽ രക്ഷാനിർണയം, ശരിയായ രക്ഷാനിർണയം പ്രാപിച്ചവർ കുറയുകയും എന്നാൽ അനാത്മീയന്മാർ സഭകളിൽ വർദ്ധിക്കുകയും ചെയ്യുന്നുണ്ട്. ഞാൻ ഉദാഹരണം പറഞ്ഞാൽ, ഇസ്രായേൽ ജനം മോശയുടെ നേതൃത്വത്തിൽ പെസഹ കുഞ്ഞാടിന്റെ രക്തത്താൽ വീണ്ടെടുപ്പ് പ്രാപിക്കുകയും തുടർന്ന് ചെങ്കടൽ കടന്ന് സ്നാനമേറ്റ് മോശയോട് ചേർന്നു മരുഭൂമിയിൽ ദൈവത്തെ ആരാധിക്കുകയും വാഗ്ദത്ത കനാനെ ലക്ഷ്യമാക്കി ദൈവീയ ആലോചന അനുസരിച്ച് യാത്ര തുടരുകയും ചെയ്തു. എന്നാൽ അവരുടെ ഇടയിലുള്ള സമ്മിശ്ര ജാതി ദുരാഗ്രഹികളായി തീരുകയും അവരോട് ചേർന്ന ഇസ്രായേൽ മക്കളും പിറുപിറുപ്പുകാരായി മാറുകയും ചെയ്തതായി സംഖ്യാപുസ്തകം 11-ാം അധ്യായം 1 മുതൽ 15 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ ആദ്യമേ പ്രശ്നം ഉണ്ടാക്കിയത് സമ്മിശ്ര ജാതിയ. ഈ സമ്മിശ്ര ജാതി എന്ന് പറഞ്ഞാൽ വ്യക്തമായി അത് രേഖപ്പെടുത്തിയിട്ടില്ലെങ്കിലും ഇവരുടെ പെൺപിള്ളാര് കല്യാണം കഴിച്ചതോ, അല്ലെങ്കിൽ ഇവരുടെ ആൺപിള്ളാര് അവിടെ ആയിരുന്നപ്പോൾ കല്യാണം കഴിച്ചതോ, അല്ലെങ്കിൽ ഇവരോട് ക്ലോസ് ഇടപെട്ട അയലത്തുകാരോ ഇവരുടെ ഫ്രണ്ട് സർക്കിളിൽ പെട്ടവരോ ഒക്കെ ആയിരിക്കാം ഒരു പക്ഷേ ഈ സമ്മിശ്ര ജാതി. അവര് പെസഹ കുഞ്ഞാടിനെ അറുത്തവരായിരിക്കില്ല. എന്നാൽ ഇവരെല്ലാം യാത്ര പുറപ്പെട്ടപ്പോൾ ഇവരുടെ കൂടെ ഇറങ്ങി പുറപ്പെട്ട ഒരു കൂട്ടം ജനമാണ് ഈ സമ്മിശ്ര ജാതി. അവര് വാഗ്ദത്ത പ്രകാരം അബ്രഹാമിന്റെ സന്തതികൾ അല്ല, സമ്മിശ്ര ജാതിയാ. എന്നാൽ അവരെല്ലാവരും സ്നാനപ്പെട്ടവരാ, ചെങ്കടൽ കടന്ന് സ്നാനപ്പെട്ടവരാ. നമ്മുടെ സഭയിലും ഇന്ന് രക്ഷിക്കപ്പെടാതെ സ്നാനപ്പെടുന്ന ധാരാളം പേരുണ്ടെന്നുള്ളത് മറച്ചു വയ്ക്കുവാൻ കഴിയാത്ത ഒരു സത്യമാണെന്നുള്ള കാര്യം നാം എല്ലാവരും അറിഞ്ഞിരിക്കേണ്ടത് ആവശ്യമാണ്. ഇന്ന് നമ്മുടെ സഭകൾ രക്ഷിക്കപ്പെട്ടു എന്ന് പറയുന്നവരെ സംബന്ധിച്ച് ശരിയായ ഒരു വിലയിരുത്തൽ നടത്തിയാൽ പാപത്തെക്കുറിച്ച് ആഴമേറിയ പശ്ചാത്താപം ഉണ്ടായി പാപത്തെ ഉപേക്ഷിച്ച് യേശുക്രിസ്തുവിന്റെ രക്തത്താൽ ശുദ്ധീകരണം പ്രാപിച്ചുവെന്ന് ഉറപ്പിച്ചു പറവാൻ പലർക്കും കഴിയുന്നില്ല. നമ്മുടെ തലമുറകളെ കുറിച്ച് ഒരു സൂക്ഷ്മ പഠനം നടത്തിയാൽ പെന്തക്കോസുകാരന്റെ മകനായി ജനിച്ചതിനാൽ പെന്തക്കോസുകാരനായി എന്നല്ലാതെ ശരിയായ വീണ്ടും ജനനം പലരിലും നടന്നിട്ടില്ല. എല്ലാ മാതാപിതാക്കൾക്കും തങ്ങളുടെ മക്കൾ ചെറുപ്പത്തിൽ തന്നെ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് മുമ്പോട്ട് വരണം എന്നുള്ള ആഗ്രഹമുള്ളവരാണ് നമ്മുടെ മാതാപിതാക്കന്മാർ എല്ലാവരും. ഉദാഹരണം പറഞ്ഞാൽ ചില സഭകളിൽ കുഞ്ഞുങ്ങളെ കൊണ്ട് നിർബന്ധിച്ച് സാക്ഷ്യം പറയിക്കുന്ന രീതിയുണ്ട്. ഇന്ന് നമ്മുടെ സഭാംഗങ്ങൾ കുഞ്ഞുങ്ങൾക്ക് ആത്മീയ പ്രോത്സാഹനം കൊടുക്കേണ്ടതിന് വേണ്ടി അവരെല്ലാവരും കൂടെ എഴുന്നേറ്റ് നിന്നൊരു പാട്ട് പാടുന്നതും വാക്യങ്ങൾ പറയുന്നതും നല്ലതാണ്. എന്നാൽ രക്ഷിക്കപ്പെടുന്നതിന് മുൻപ് സാക്ഷ്യം പറയിപ്പിക്കാതിരിക്കുന്നതാണ് നല്ലത്. അവരെല്ലാവരും സാധാരണ പറയുന്ന സാക്ഷ്യം ഇപ്രകാരമാണ്: കഴിഞ്ഞ ആഴ്ച ദൈവം ഞങ്ങൾക്ക് എല്ലാവർക്കും നല്ലവനായിരുന്നു, വല്ലവനായിരുന്നു, നിങ്ങൾ എല്ലാവരും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഇങ്ങനെ പല ആഴ്ചകൾ പറഞ്ഞു കഴിയുമ്പോൾ പേരൻസ് പറയും സ്ഥാനപ്പെടേണ്ടെന്ന് ചോദിക്കും. അപ്പൊ സ്ഥാനപ്പെടാന്ന് പറഞ്ഞു. എന്നാൽ ആ കുഞ്ഞുങ്ങൾ ശരിയായി രക്ഷാനിർണയം പ്രാപിച്ചില്ല. അവര് വിചാരിക്കുന്ന രക്ഷാനിർണയം പ്രാപിച്ചു എന്ന് പറഞ്ഞത് എഴുന്നേറ്റ് ചെയ്യുന്നതുകൊണ്ട് കഴിഞ്ഞ ആഴ്ച ദൈവം നല്ലവനായിരുന്നു, വല്ലവനായിരുന്നു എന്ന സാക്ഷി പറഞ്ഞുകൊണ്ട് കർത്താവിന്റെ ദാസന്മാർ കേൾക്കുന്നെങ്കിൽ ഞാൻ പറയട്ടെ, രക്ഷിക്കപ്പെടാത്ത കുഞ്ഞുങ്ങളെ കൊണ്ട് സാക്ഷ്യങ്ങൾ പറയിപ്പിക്കരുത്. വാക്യം പറയിപ്പിക്കുന്നതുകൊണ്ട് തെറ്റില്ല, സാക്ഷ്യം പറയിപ്പിക്കരുത്. അവര് ശരിയായ രക്ഷാനിർണയം പ്രാപിക്കുക എന്ന് പറഞ്ഞാൽ മറ്റു കുഞ്ഞുങ്ങൾ സാക്ഷി പറയുമ്പോൾ കൂട്ടിൽ എഴുന്നേറ്റ് സാക്ഷ്യം പറഞ്ഞ് മാത്രമേ ഉള്ളൂ. അവര് ഒരാളിൽ ശരിയായി രക്ഷിക്കപ്പെടണമെങ്കിൽ പ്രധാനപ്പെട്ട 3 കാര്യങ്ങൾ വേണം. 1, അവൻ പാപിയാണെന്നുള്ള ബോധ്യം അവന് വരണം. 2, എന്റെ പാപത്തിന് പകരമായിട്ടാണ് കർത്താവ് മരിച്ചു എന്നവൻ വിശ്വസിക്കണം. 3, അവൻ അത് വാഗൊണ്ട് അധരങ്ങളാൽ ഏറ്റുപറയണം. അപ്പോഴാണ് പൂർണ്ണമായ രക്ഷയുടെ അനുഭവത്തിലേക്ക് വരുവാൻ ഇടയായിത്തീരുന്നത്. മുൻകാലങ്ങളിൽ രക്ഷിക്കപ്പെട്ടു എന്ന് പറയുമ്പോൾ അവർ വലിയ വ്യതിയാനങ്ങൾ നമ്മൾ കണ്ടിരുന്നു. അവർ പിണങ്ങിക്കഴിഞ്ഞിരുന്നവരോട് പോയി ക്ഷമ പറയും. മോഷണങ്ങൾ നടത്തിയിട്ടുള്ളവർ ഏറ്റുപറഞ്ഞ് അതിന് പരിഹാരം വരുത്തും. മദ്യപാനികൾ മദ്യപാനം ഉപേക്ഷിക്കും. കണ്ണിൽ കാണുന്നവരോടെല്ലാം അനുഭവസാക്ഷ്യങ്ങൾ പറയും. വസ്ത്രധാരണത്തിലും നടപ്പിലും സംസാരത്തിലുമെല്ലാം അത് വെളിപ്പെടുകയും ചെയ്തിരുന്നു. പഴയ നിയമകാലത്ത് രക്ഷിക്കപ്പെടുന്ന ഒരാളെ കരഞ്ഞോണ്ടാ സാക്ഷി പറഞ്ഞിട്ടുള്ളത്. എന്നാൽ ഇന്ന് ചിരിച്ചോണ്ട് അല്പം കൈവെക്കുമ്പോൾ രക്ഷിക്കപ്പെട്ടു എന്നൊരു ചിന്തയാ. കാരണം പാപത്തെക്കുറിച്ചൊരു അനുതാപം ഉണ്ടാകുവാൻ കഴിയുന്നില്ല. തന്നെയല്ല, അവർ പ്രായപൂർത്തിയായില്ല. പാപം ഏതാണെന്നും ലോകത്തിന്റെ ഇമ്പങ്ങളിലേക്ക് അത് ഇറങ്ങിപ്പോകുകയോ ഒന്നും ചെയ്തിട്ടില്ല, ചെയ്യാത്തതുകൊണ്ട്. എന്നാൽ
ചെറുപ്പകാലത്ത് തന്നെ രക്ഷിക്കപ്പെട്ട് നിലനിന്ന അനേക ദൈവദാസന്മാരുണ്ടെന്നുള്ള യാഥാർത്ഥ്യവും ഞാൻ മറച്ചു വെക്കുന്നില്ല. അപ്പൊ ഇസ്രായേൽ മക്കളുടെ ഇടയിലുള്ള സമ്മിശ്ര ജാതിയെ പോലെ നമ്മുടെ കൂട്ടത്തിലും ഇതേ രീതിയിൽ വരുന്ന ഒരു കൂട്ടം ആത്മീയ അനുഭവം ഇല്ലാത്തവരുണ്ട്. ഇന്നും ആത്മീയ ഗോളത്തിൽ സഭകളിൽ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നവരെ ഒരു സൂക്ഷ്മ നിരീക്ഷണത്തിന് വിധേയരായാൽ ശരിയായ രക്ഷാനിർണയം പ്രാപിക്കാത്തവരാണ് സഭകളിൽ പ്രശ്നമുണ്ടാക്കുന്നതെന്ന് നമുക്ക് കാണുവാൻ സാധിക്കും. പണ്ട് വിദേശത്തുള്ള അമേരിക്കയിലുള്ള മക്കൾ അപ്പൻ സ്ഥാനപ്പെടാഞ്ഞതിന് അയക്കുന്ന ഡോളറൊക്കെ കുറെ നിർത്തിക്കഴിഞ്ഞ് പപ്പായോട് സ്ഥാനപ്പെടാൻ പറയുമ്പോൾ സ്ഥാനപ്പെടത്തില്ല. ഡോളറിന്റെ വരുമാനം നിന്നപ്പോൾ അദ്ദേഹം സ്ഥാനപ്പെടുവാൻ തയ്യാറായി. അദ്ദേഹം സ്ഥാനപ്പെടുത്തുന്ന അറിയിച്ചപ്പോൾ മക്കളെല്ലാം അമേരിക്കയിൽ നിന്ന് ചെന്നു. എല്ലാവരും വീഡിയോ ഒക്കെ പിടിച്ചോണ്ടിരിക്കുക. ഈ അച്ചായൻ സ്ഥാനപ്പെട്ട് വെള്ളത്തിന്റെ കരയിലോട്ട് കയറിയപ്പോ മക്കളോടൊരു ചോദ്യം, നിന്റെയൊക്കെ ദണ്ണം തീർന്നേടാന്ന്. എന്തിനാ അച്ചായൻ സ്ഥാനപ്പെട്ടത്? മക്കളുടെ ദണ്ണം തീർക്കുവാനാണ്. ഇതുപോലെയുള്ള അനേക അനുഭവങ്ങൾ പെന്തക്കോസ്തി വരുന്നത് കൊണ്ട് ശരിയായ രക്ഷാനിർണയം പ്രാപിച്ചവരുടെ അളവ് കുറവാണ്. യാതൊരു അനുഭവം ഇസ്രായേൽ മക്കളുടെ പിന്തലമുറയെ പോലെ അബ്രഹാമിന്റെ, ഇസാക്കിന്റെയും യാക്കോബിന്റെയും പേരിൽ പ്രശംസിക്കുകയും മോശയുടെ പീഠത്തിൽ ഇരിക്കുന്നുവെന്ന് അഭിമാനിക്കുകയും ചെയ്യുന്നതുപോലെ അനുഭവമില്ലാത്ത പെന്തക്കോസ്തിന്റെ തലമുറകൾ പിതാക്കന്മാരുടെ പേര് പറഞ്ഞ് വേദികളിൽ പൊങ്ങച്ചം പറഞ്ഞ് വൃഥാഭിമാനികളാകുകയാണ്. കുറുക്കനെ നേരിൽ കണ്ട പട്ടി കൊര നിർത്തത്തില്ല, എന്നാൽ കുറുക്കന്റെ കൊര കേട്ട് കൊരച്ച പട്ടികളെല്ലാം കൊര നിർത്തും എന്ന് പറഞ്ഞ പോലെ ആത്മീയ കോളത്തിൽ അനുഭവമുള്ളവർ കുറഞ്ഞു വന്നുകൊണ്ടിരിക്കുകയാണ്. പണ്ട് നമ്മുടെ സഭകളിൽ വർഷത്തിൽ 2-3 പ്രാവശ്യമെങ്കിലും തിരുവചനം പഠിപ്പിക്കുന്ന കർത്താവിന്റെ ദാസന്മാരെ വിളിച്ച് യോഗങ്ങളിൽ ദൈവവചനം പഠിപ്പിക്കുമായിരുന്നു. അത് സഭകളിലെ കുഞ്ഞുങ്ങൾക്കും പ്രായമുള്ളവർക്കും എല്ലാം ഒരുപോലെ ഉപകാരപ്രദമായിരുന്നു. എന്നാൽ അത് പാടെ നിന്നു പോയിരിക്കുകയാണ്. ആ ഒരു കാര്യം നമ്മുടെ സഭകളിൽ പാടെ നിന്നു പോയിരിക്കുകയാണ്. നമുക്കത് മടക്കി വരുത്തണം. നമ്മള് ഇപ്പൊ ഒരു കൺവെൻഷൻ, സാധാരണ കൺവെൻഷൻ നടത്തിയാൽ പോലും, ഒരു ചെറിയ കൺവെൻഷൻ നടത്തിയാൽ പോലും 1 ലക്ഷം രൂപ 1.5 ലക്ഷം രൂപ മുടക്കാം. എന്നാൽ ഒരു ദൈവദാസനെ നമ്മുടെ ഹോളി വിളിച്ചു വരുത്തി നമ്മുടെ പിന്തലമുറകൾക്ക് വേണ്ടി 2-3 ദിവസത്തെ അടിസ്ഥാന ഉപദേശങ്ങൾ ക്ലാസ്സുകൾ എടുക്കണം. രക്ഷ എന്താണെന്നും സ്ഥാനം എന്താണെന്നും പരിശുദ്ധാത്മാവ് എന്താണെന്നും ആഴവേറി അവരെ ബോധ്യമാക്കത്തിൽ ബൈബിൾ ക്ലാസ്സുകൾ എടുക്കണം. ഇപ്പൊ മെഗാ കൺവെൻഷൻ നടത്തുന്നല്ലോ, ഒരു പാപി പോലും രക്ഷിക്കപ്പെട്ടു വരുന്നില്ലല്ലോ. നമ്മുടെ യോഗങ്ങളിൽ സമുദായക്കാർ വരുന്നത് വളരെ കുറഞ്ഞു പോയല്ലോ. നമ്മുടെ ഉള്ള അംഗങ്ങളിൽ തന്നെ അനാത്മീയന്മാർ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയല്ലേ. അതുകൊണ്ട് നമ്മുടെ തലമുറകൾ ആത്മീയരാക്കി തീർക്കണമെങ്കിൽ കർത്താവിന്റെ ദാസന്മാർ സഭകളിൽ ദൈവന പരിജ്ഞാനമുള്ള ദൈവദാസന്മാരെ വിളിച്ചു വരുത്തി അവരെ ദൈവത്തിന്റെ വചനം നന്നായി പഠിപ്പിക്കുകയാണ് വേണ്ടത്. ഇന്ന് പല കൂടിവരകളിലും ജനം ഇടിച്ചു കയറുകയാണ്. എന്തിനു വേണ്ടി എന്ന് ചോദിച്ചാൽ കാര്യസാധ്യത്തിന് വേണ്ടി. സൈക്കിളുമായി വന്ന് കാറുമായി പോവുക, കടബാധ്യത മാറുവാൻ, രോഗസൗഖ്യം പ്രാപിക്കുവാൻ, മക്കൾക്ക് ഉയർച്ച ഉണ്ടാകുവാൻ, ഭൗതിക ഉയർച്ചയ്ക്ക് വേണ്ടി. ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ഈ കൺവെൻഷനുകളിൽ പ്രസംഗിക്കപ്പെടുന്നത്. അതിനൊരു മാറ്റം വരുത്തിയിട്ട് നമ്മുടെ തലമുറയെങ്കിലും നമുക്ക് ദൈവഭാഗം നിർത്തണമെങ്കിൽ, അവരെ യഥാർത്ഥ രക്ഷയുടെ അനുഭവത്തിലേക്ക് കൊണ്ടുവരണമെങ്കിൽ പണ്ട് നിന്നുപോയ ആ തിരുവചന പഠനം നമ്മുടെ സഭകളിൽ പുനരാരംഭിക്കേണ്ടതായിട്ടുണ്ട്. അങ്ങനെ ആരംഭിക്കുമ്പോൾ അതിനൊരു പ്രതിവിധി ഉണ്ടാകുവാൻ ഇടയായിരിക്കും. രണ്ടാമത്തെ കാര്യം, ഇന്ന് നമ്മുടെ വേദികളിൽ ശരിയായ സുവിശേഷം പ്രസംഗിക്കപ്പെടുന്നില്ല. കേരളം കണ്ട പെന്തക്കോസ്ത് പ്രാസംഗികരിൽ സുവിശേഷം അതിൻ്റെതാകുന്ന തനിമയിലും ശക്തിയിലും അധികാരത്തിലും ഏത് വേദികളിലും പ്രസംഗിച്ച ദൈവത്താൽ അയക്കപ്പെട്ട അഭിഷക്തനായ ഒരു ദൈവദാസനായിരുന്നു പരേതനായ PM ഫിലിപ്പ് സാർ. അദ്ദേഹം കൺവെൻഷനിലായാലും പരസ്യയോഗത്തിലായാലും ഭവന പ്രതിഷ്ഠയിലായാലും ആരാധനാ ഹാളിന്റെ ഉദ്ഘാടനമായാലും സ്നാന ശുശ്രൂഷയായാലും വിവാഹമായാലും ശവമടക്ക ശുശ്രൂഷയായാലും അവിടെ എല്ലാം ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുമായിരുന്നു. അതിനാൽ ഒത്തിരി പുത്രസമ്പത്ത് അദ്ദേഹത്തിനുണ്ട്. എന്നാൽ ഇന്ന് നമ്മുടെ വേദികളിൽ ശരിയായ സുവിശേഷം പ്രസംഗിക്കുന്നില്ല. മനുഷ്യന്റെ വാചക കസർത്തിനോ പ്രാസം അനുസരിച്ചുള്ള വാചാലതയ്ക്കോ തന്റെ ജ്ഞാനത്തിന്റെ വശീകരണ വാക്കുകൾക്കോ ലോകജ്ഞാനം വിളംബരം ചെയ്യുന്നതിനെ കൊണ്ടോ
പ്രസംഗം തകർപ്പനായിരുന്നു എന്ന് ജനങ്ങൾ അഭിപ്രായപ്പെട്ടാലും മനുഷ്യ ഹൃദയങ്ങളിൽ രൂപാന്തരം സംഭവിക്കണമെങ്കിൽ ശരിയായ സുവിശേഷം പ്രസംഗിക്കപ്പെടണം. അപ്പോസ്തോലിക കാലത്ത് സുവിശേഷം പ്രസംഗിക്കുന്നതിനവർ പറഞ്ഞിരുന്നത് ഞങ്ങളോ ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു എന്നായിരുന്നു. 1 കൊരിന്ത്യർ 1:23. വിശുദ്ധ പൗലോസ് സുവിശേഷത്തിന്റെ നിർവചനം പറയുമ്പോൾ 2 തിമോഥെയോസ് 2:8 ദാവീദിന്റെ സന്തതിയായി ജനിച്ചു മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റിരിക്കുന്ന യേശു ക്രിസ്തുവിനെ ഓർത്തുകൊള്ളുക, അതാകുന്നു എന്റെ സുവിശേഷം. ഇപ്രകാരം ഉള്ള സുവിശേഷം ആദ്യം അറിയിക്കുവാൻ ഭാഗ്യം ലഭിച്ച മഗ്ദലക്കാരത്തി മറിയേക്കാണല്ലോ. ആ ഭാഗത്തേക്കൊന്നും ഞാൻ കടക്കുന്നില്ല. അപ്പോസ്തലന്മാർ യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള സുവിശേഷം അറിയിക്കുന്നതിന് പ്രാധാന്യം നൽകി. റോമാലേഖനം 1:15-16 വിശുദ്ധ പൗലോസ് പറയുന്നത് സുവിശേഷം അറിയിപ്പാൻ എന്നാലാവോളം ഞാൻ ഒരുങ്ങിയിരിക്കുന്നു. സുവിശേഷത്തെ കുറിച്ച് എനിക്ക് ലജ്ജയില്ല. യവനന്മാർക്കും ബർബരന്മാർക്കും ജ്ഞാനികൾക്കും ബുദ്ധിഹീനർക്കും ഞാൻ കടക്കാരനാകുന്നു. സുവിശേഷം അറിയിക്കുന്നില്ലെങ്കിൽ എനിക്ക് അയ്യോ കഷ്ടം. അത് എങ്കിൽ ഫലമേൽപ്പിച്ചിരിക്കുന്നു, നിർബന്ധം എന്റെ മേൽ കിടക്കുന്നു. സുവിശേഷത്തിന് ഞാൻ പ്രസംഗം അപ്പോസ്തലനും ഉപദേശവുമായി നിയമിക്കപ്പെട്ടിരിക്കുന്നു. ആദിയായ കാര്യങ്ങളാണ് പൗലോസ് പറയുന്നത്. ഇവിടെ എഴുതപ്പെട്ട ഈ വാക്യത്തിൽ നിന്നെല്ലാം ഒരു കാര്യം നമുക്കറിയാം. സുവിശേഷത്തിനായിരുന്നു അപ്പോസ്തലന്മാർ പ്രാധാന്യം നൽകിയിരുന്നത്. ക്രൂശിന്റെ വചനം നശിച്ചു പോകുന്നവർക്ക് ഭോഷത്വവും രക്ഷിക്കപ്പെടുന്ന നമുക്ക് ദൈവശക്തിയുമാണെന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്നാൽ ഇന്ന് എന്താണ് ചെയ്യുന്നത്? ഇന്ന് പ്രസംഗിക്കുന്നത് വേറൊരു യേശുവിനെയാണ്, വേറൊരു സുവിശേഷമാണ്, വേറൊരു ആത്മാവാണ്. വേറൊരു സുവിശേഷം എന്ന് പറഞ്ഞാൽ സുവിശേഷത്തിന് പ്രധാനമാകുന്ന ലക്ഷ്യം മനുഷ്യന് പാപബോധം ഉണ്ടാക്കി കർത്താവിന്റെ ക്രൂശിലെ രക്തത്താൽ പാപമോചനം പ്രാപിച്ച് ദൈവമക്കളായി തീരുക എന്നുള്ളതാണ് സുവിശേഷം കൊണ്ട് പ്രധാനമായി ദൈവവചനം ഉദ്ദേശിക്കുന്നത്. എന്നാൽ ഇന്നത്തെ സുവിശേഷം എന്താ? നമുക്കറിയാമല്ലോ, സൈക്കിളുമായി വന്ന് കാറുമായി തിരിച്ചു പോവുക. സമ്പന്നരാക്കുന്ന യേശു കുടില് മാറ്റി കൊട്ടാരം വെക്കും. ഒരിക്കൽ ഒരു ദൈവദാസന് ഒരു യൂട്യൂബിൽ പറഞ്ഞ് ഞാൻ കേട്ടു, അംബാനിയുടെ സമ്പത്ത് നിങ്ങൾക്ക് അറിയാമോ? എന്തുകൊണ്ട് ദൈവത്തെ സേവിക്കുന്നതിന് ഇതുപോലെ ഉണ്ടായിക്കൂടാ? പാവം ജനങ്ങൾ ഇടിച്ചു കയറത്തല്ലേ? അംബാനിക്ക് ഉണ്ടായ പോലെ സമ്പത്ത് ഉണ്ടാക്കുവാനാണോ? സമ്പത്ത് തരുന്ന യേശു, രോഗസൗഖ്യം തരുന്ന യേശു, വിടുതൽ തരുന്ന യേശു, ഇതെല്ലാം യേശുവിലുണ്ട്. യേശുവിനെ പിൻപറ്റുന്ന തന്റെ മക്കൾക്ക് ഇതെല്ലാം ദൈവം കൊടുക്കുമെന്നുള്ളതിൽ 2 പക്ഷമില്ല. എന്നാൽ ആ സുവിശേഷത്തിന്റെ ലക്ഷ്യം മാറിപ്പോയി. വിടുതലിന്റെ ശുശ്രൂഷയായി മാറ്റപ്പെട്ടു. വരുന്നവർക്കെല്ലാം സൗഖ്യം, വിടുതലുകൾ, അതും പലതും മുക്കാ തട്ടിപ്പും അര വെട്ടിപ്പും പലതും നടത്തുന്നത്. എന്നാൽ ആ രീതിയിലൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ തന്നെ നമ്മൾ ഓർക്കണം, ശരിയായ സുവിശേഷം കർത്താവിന്റെ കാൽവരി മരണത്താലുള്ള പാപ ശുദ്ധീകരണത്തെ കുറിച്ച് പ്രസംഗിക്കുന്നില്ല. ആ യേശുവെ ദൈവസ്നേഹത്തെ കുറിച്ച് പ്രസംഗിക്കപ്പെടുന്നില്ല, യേശുവിനെ കുറിച്ച് പ്രസംഗിക്കപ്പെടുന്നില്ല. തെറ്റായ യേശുവിനെയാണ് പ്രസംഗിക്കപ്പെടുന്നത്. പിന്നെ ചിലർ വേറൊരു സുവിശേഷമാണ് പ്രസംഗിക്കപ്പെടുന്നത്. പിന്നെ അവരിൽ വ്യാപരിച്ചിരിക്കുന്ന ആത്മാവ് വേറെ ആത്മാവാണെന്ന് നമുക്ക് കാണുവാൻ സാധിക്കും. ഫിലിപ്പോസ് സുവിശേഷൻ ഷണ്ണനോട് പറയുമ്പോൾ യെശയ്യാ 53 ആസ്വദമാക്കി പ്രസംഗിക്കുമ്പോൾ രക്ഷാസ്ഥാനമാദിയായതെല്ലാം പറഞ്ഞു. അതുകൊണ്ടാണല്ലോ സ്ഥാനമേൽക്കുന്നതിന് എന്ത് വിരോധം എന്ന് പറയുന്നു. ഇന്ന് ലക്ഷങ്ങൾ ചെലവഴിച്ച് നടത്തപ്പെടുന്ന യോഗങ്ങളിൽ ക്രൂശിക്കപ്പെട്ട ക്രിസ്തു ഉയർത്തപ്പെടുന്നില്ല. അത്ഭുതങ്ങൾ ചെയ്യുന്ന യേശു, രോഗശാന്തി വരുത്തുന്ന യേശു, നന്മകൾ വിതരണം ചെയ്യുന്ന യേശു, അതിരുകൾ വിശാലമാക്കുന്ന യേശു, തലമുറകളെ ഉയർത്തുന്ന യേശു, കാര്യസാധ്യത്തിനായി കൂട്ടുനിൽക്കുന്ന യേശു, സാമ്പത്തിക ഉന്നമനം തരുന്ന യേശു, വേർപാടും വിശുദ്ധിയും പാലിച്ചില്ലെങ്കിലും അഭിഷേകം നൽകുന്ന യേശു, ദൈവീയ കൽപ്പനകൾ അനുസരിച്ചില്ലെങ്കിലും കൂട്ടായ്മകൾ ഇറങ്ങി വന്ന് വേണ്ടുവോളം അനുഗ്രഹിക്കുന്ന യേശു. ഇതൊക്കെയാണ് പ്രസംഗ വിഷയം. പാപത്തെക്കുറിച്ചോ ന്യായവിധിയെക്കുറിച്ചോ നരകത്തെക്കുറിച്ചോ സ്വർഗത്തെക്കുറിച്ചോ വേർപാടിനെ കുറിച്ചോ വിശുദ്ധിയെ കുറിച്ചോ ഈ രക്ഷാസ്നാനം, പരിശുദ്ധാത്മ സ്നാനം, നിത്യത എന്ന വിഷയത്തെക്കുറിച്ചോ ഈ കൂട്ടർ പ്രതിപാദിക്കാറില്ല. ദൈവം എന്നും പ്രമാണത്തിൽ നിൽക്കുന്ന ദൈവമാണ് നാം ഓർത്തുകൊള്ളണം. ആ ഭാഗത്തേക്ക് ഞാൻ പുറകാലെ വരാം. ദൈവം തന്റെ പുത്രനെ നമുക്ക് നൽകിയതിന് പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടിയാണ്. അതുകൊണ്ട് പാപത്തിന്റെ പരിഹാരത്തിനായിട്ടുള്ള യേശുവിനെ വേണം നാം ഉയർത്തേണ്ടത്. അപ്പൊ ഒന്നാമത് ഞാൻ പറഞ്ഞത്, സഭകളിൽ രക്ഷിക്കപ്പെട്ട് ശരിയായ രക്ഷാനിർണയം പ്രാപിച്ചവരുടെ അളവ് കുറയുന്നു. രണ്ടാമത് ഞാൻ പറഞ്ഞത്, നമ്മുടെ വേദികളിൽ ശരിയായ സുവിശേഷം പ്രസംഗിക്കപ്പെടുന്നില്ല. മൂന്നാമത്തെ കാര്യം, രാഷ്ട്രീയത്തിന്റെ അതിപ്രസരം സഭയെ വിഴുങ്ങിയിരിക്കുക. നമുക്ക് തല താഴ്ത്തേണ്ട ഒരു വിഷയമാണ്
രാഷ്ട്രീയത്തിന്റെ അതിപ്രസരം, പെന്തക്കോസ്ത് സഭയുടെ തനിമ നഷ്ടപ്പെടുത്തുന്ന ഒരു ക്യാൻസർ ആണ് സഭാ രാഷ്ട്രീയം. ഇന്ത്യയിലെ ജനങ്ങൾ വിവിധ രാഷ്ട്രീയ പാർട്ടിയിൽ വിശ്വസിക്കുന്നവരും അതിൽ പ്രവർത്തിക്കുന്നവരുമാണ്. സത്യസന്ധമായ രാഷ്ട്രീയ പ്രവർത്തനത്തിൽ അപാകത ഞാൻ കാണുന്നില്ല. എന്നാൽ തെരഞ്ഞെടുപ്പുകൾ വരുമ്പോൾ ആത്മീയ കാഴ്ചപ്പാടിൽ ദൈവജനം അവനവന്റെ മനോബോധം അനുസരിച്ച് വോട്ടുകൾ രേഖപ്പെടുത്തുന്നതും തെറ്റായ കാര്യമല്ല. എന്നാൽ ലോകക്കാരായിരിക്കാതെ ലോകത്തിൽ നിന്നൊരു പ്രത്യേക ഉദ്ദേശത്തോടുകൂടി വിളിച്ചു വേർതിരിക്കപ്പെട്ട ദൈവജനത്തിന്റെ മധ്യത്തിൽ സഭാ രാഷ്ട്രീയം അനുവദനീയമല്ല. 1-ാം നൂറ്റാണ്ടിലെ ഏറ്റവും വലിയ ഉണർവ് സഭയായിരുന്നു കൊരിന്ത്യ സഭ. ആ കൊരിന്ത്യ സഭയിൽ അവരെല്ലാവരും പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെട്ടവരും വിവിധ കൃപാവരങ്ങളാൽ നിറയപ്പെട്ടവരും ഒക്കെ ആയിരുന്നു. അവരെല്ലാവരും രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് പരിശുദ്ധാത്മാവിന്റെ നിറവ് പ്രാപിച്ചവരായിരുന്നു. അവർ ദൂതന്മാരുടെ ഭാഷയിൽ സംസാരിക്കുമായിരുന്നു. മലകളെ മാറ്റത്തക്ക വിശ്വാസം അവർക്കുണ്ടായിരുന്നു. ഇപ്രകാരം സഭ ശക്തമായി മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ സഭയെ തകർക്കേണ്ടതിന് വേണ്ടി സാത്താൻ അത് ചിലരെ കരങ്ങളിലെടുത്തു. അതിലൊരാൾ ജാതികളിൽ പോലും ഇല്ലാത്ത ദുർനടപ്പ് നടത്തി കൊരിന്ത്യ സഭയെ പുളിപ്പിച്ചു കളഞ്ഞു. 1 കൊരിന്ത്യർ 5:1-8 വരെ. മറ്റു ചിലർ ഗ്രൂപ്പിസത്തിന് പാനലുകൾക്ക് അടിമകളായി തീർന്നു. ഒരു സഭയിൽ തന്നെ 4 ഗ്രൂപ്പുകൾ. 1 കൊരിന്ത്യർ 1:12. നിങ്ങൾ ഓരോരുത്തരും ഞാൻ പൗലോസിന്റെ പക്ഷക്കാരൻ, ഞാൻ അപ്പല്ലോസിന്റെ പക്ഷക്കാരൻ, ഞാൻ കേഫാവിന്റെ പക്ഷക്കാരൻ, ഞാൻ ക്രിസ്തുവിന്റെ പക്ഷക്കാരൻ എന്ന് പറയുന്ന പോലും. ഇപ്രകാരം ഗ്രൂപ്പിസം സഭയിൽ കടന്നതിനാൽ ദൈവജനത്തിന്റെ സ്നേഹം നഷ്ടപ്പെടുകയും അവരിലുള്ള ആത്മീയ സ്വഭാവങ്ങൾക്ക് നീക്കം വരികയും അവർ വെറും ജഡീകന്മാരും ശേഷം മനുഷ്യരെ പോലെ നടക്കുന്നവരുമായി അധപ്പതിക്കുകയും ചെയ്തു. 1 കൊരിന്ത്യർ 3:3-4 വാക്യങ്ങൾ. ഇപ്പോൾ അവരുടെ ഇടയിലുള്ള ഭിന്നത മറനീക്കി പുറത്തു വന്നിരിക്കുന്നു. ഈ വിവരം അറിഞ്ഞ പൗലോസ് തന്റെ പേരിൽ ഒരു ഗ്രൂപ്പുണ്ട്, പൗലോസിന്റെ പക്ഷക്കാരുമുണ്ട്. എന്നാൽ താൻ തന്റെ പാനലിനെ ശക്തിപ്പെടുത്തുവാൻ രഹസ്യ നീക്കം നടത്തിയില്ല. ഇന്നായിരുന്നെങ്കിലോ എന്റെ പേരിൽ ഒരു ഗ്രൂപ്പ് ഉണ്ടെന്ന് അറിഞ്ഞാൽ എന്റെ പാനലിനെ ശക്തിപ്പെടുത്തുവാനായി രഹസ്യയോഗങ്ങൾ, നമ്മുടെ ഈ ഇലക്ഷന് മുമ്പായിട്ട് പലർക്കും രഹസ്യയോഗങ്ങളാണല്ലോ നടക്കുന്നത്. മറ്റുള്ളവരെ അടുപ്പിക്കത്തില്ല. ആ പാനലിലുള്ളവരെ രഹസ്യയോഗങ്ങൾ, രഹസ്യ അജണ്ട ഉണ്ടാക്കുക. അപ്പൊ രഹസ്യയോഗം സംഘടിപ്പിക്കാൻ പൗലോസ് തീരുമാനിച്ചില്ല. തന്റെ പാനലിനെ ശക്തിപ്പെടുത്തുവാൻ താൻ ഒന്നും ചെയ്തില്ല. ആ രഹസ്യ നീക്കം നടത്താതെ ഗ്രൂപ്പിസത്തിനെ പരസ്യമായി അപലപിക്കുകയും നടുന്നവനും നനയ്ക്കുന്നവനും ഏതുമില്ല, വളരുമാറാക്കുന്ന ദൈവത്തെ ഉയർത്തി കാണിക്കുകയും ചെയ്തു. നമ്മുടെ നാട്ടിലൊക്കെ പറയാം, നിങ്ങൾ എന്നെ കമ്മ്യൂണിസ്റ്റ് ആക്കി എന്ന് പറയുന്നത് പോലെ ഇന്ന് പലരും അവരറിയാതെ തന്നെ ഏതെങ്കിലും ഒരു ഗ്രൂപ്പിലെ അംഗമായി തീർന്നുകൊണ്ടിരിക്കുന്ന അവസ്ഥയാണ് നാം എല്ലായിടും കാണുന്നത്. ദൈവം ശുശ്രൂഷ കൊടുത്തിട്ടും നേതൃയോഗ്യതകൾ ഉണ്ടായിട്ടും പാനലിലെ അംഗമല്ലാത്തതിനാൽ നേതൃനിരയിൽ എത്താൻ പോലും കഴിയാതെ ചവിട്ടി അരയ്ക്കപ്പെട്ട പലരെയും ഇന്ന് നമുക്ക് ദർശിക്കുവാൻ കഴിയും. പാനലിലുള്ളവർക്ക് മാത്രമേ ഇപ്പൊ വിജയമുള്ളൂ. പാനലിൽ എല്ലാത്ത കഴിവുള്ള ഒരു ദൈവദാസൻ ഉണ്ടെങ്കിൽ അദ്ദേഹത്തിന് ചുട്ടു തിന്നാൻ വോട്ട് കിട്ടത്തില്ല. നോക്കിയേ, സഭ അതപ്പതിച്ച കാര്യം നിങ്ങൾ നോക്കിയേ. പാനല് പിടിച്ചു പാനലിലെ അംഗമായി നിന്നെങ്കിൽ മാത്രമേ അതിനകത്ത് വിജയിക്കാൻ കഴിയത്തുള്ളൂ. അല്ലാതെ കഴിവുള്ള ദൈവദാസന്മാരുണ്ടെങ്കിൽ അവർക്ക് അവസരങ്ങൾ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു. സഭ രാഷ്ട്രീയത്തിന്റെ അതിപ്രസരം. ദാവീദ് പെട്ടകം കൊണ്ടുവരുവാൻ ബിരുദന്മാരെ കൊണ്ടുപോയെന്ന് കേട്ടിട്ടുണ്ട്. അതിന്റെ ഫലമായിട്ട് കാള വരേണ്ടതൊക്കെ അറിയാമല്ലോ. ഇന്നും ആത്മീയന്മാരല്ല സഭ നടത്തുന്ന ഇപ്പോഴത്തെ എല്ലാ നേതൃത്വത്തെ കുറിച്ചും അല്ല ഞാൻ നിങ്ങൾ പറയുമ്പോൾ വ്യക്തിപരമായി ഇന്ന് നേതൃത്വത്തിൽ ഇരിക്കുന്ന ആരെയും ഞാൻ വിരൽ ചൂണ്ടാൻ ആഗ്രഹിക്കുന്നില്ല. എന്നാൽ പൊതുവെ പറയുന്ന ഒരു കാര്യമാണ് പറഞ്ഞത്. എല്ലാ പെന്തക്കോസ്ത് സഭകളിലും പൊതുവെ പറയുന്ന ഒരു കാര്യമാണ് പറഞ്ഞത്. പലപ്പോഴും തെരഞ്ഞെടുപ്പിനാൽ യോഗ്യത പ്രാപിച്ചു വരുന്നതല്ലാതെ ദൈവത്താൽ യോഗ്യത ഉണ്ടോ എന്നുള്ള ഒരു പരിശോധനയ്ക്ക് അവസരം ലഭിക്കാതെ പോകുന്നു എന്നുള്ള കാര്യം നാം മറന്നുപോകരുത്. ദൈവത്തിന്റെ ഹൃദയപ്രകാരമുള്ള ദാവീദാ, പക്ഷേ പെട്ടകം കൊണ്ടുവരുവാൻ ബിരുദന്മാരെയാ കൊണ്ടുപോയത്. അപ്പൊ ഇന്നും പലപ്പോഴും മിടുക്കന്മാരെയാണ് ആ കാര്യം ഏൽപ്പിക്കുന്നത്. ജനാധിപത്യ പ്രകാരമുള്ള കമ്മിറ്റികളും കൗൺസിലും ഒക്കെ നമുക്ക് ആവശ്യമാണെന്നുള്ളതിന് 2 പക്ഷമില്ല. എന്നാൽ സഭയിൽ ഡെമോക്രസി അല്ല തിയോക്രസി ആയിരിക്കണം നടപ്പിൽ വരേണ്ടത്. സഭയിൽ നടക്കേണ്ടത് തിയോക്രസി ആയിരിക്കണം എന്നുള്ള കാര്യം മറന്നു പോരുത്. കർത്താവായ യേശു
തന്റെ മുന്തിരിത്തോട്ടത്തിൽ നട്ടിരുന്ന ഫലം കായ്ക്കാത്ത ഒരു അത്തിയെക്കുറിച്ച് പറയുന്നുണ്ട്. വളരെ നാൾ നോക്കിയിട്ടും അതിന് ഫലമൊന്നും കണ്ടില്ല. ഞാൻ എൻ്റെ വ്യാഖ്യാനം കൊടുക്കുന്നത് ഇങ്ങനെയാണ്. ബൈബിള് പറയുന്നു, ലൂക്കോസ് 13:6 മുതൽ 9 വരെയാണ്. എന്നാൽ പഴയ നിയമത്തിൽ പറയുന്നുണ്ട്, നിന്റെ മുന്തിരിത്തോട്ടത്തിൽ വേറെ യാതൊരു വക വിത്തും ഇടരുത്. ഇവിടെ മുന്തിരിത്തോട്ടമാണ് നേരത്തെ ഉണ്ടായിരുന്നത്. മുന്തിരിത്തോട്ടത്തിൽ നട്ടിരുന്ന ഒരു അത്തിവൃക്ഷം ഉണ്ടായിരുന്നു. അപ്പോൾ മുന്തിരി ഇസ്രായേലിന്റെ ആത്മീയത്തെ കാണിക്കുന്നത്, അത്തി അവിടെ രാഷ്ട്രീയത്തെ കാണിക്കുന്നത്. ഞാൻ എന്റെ പറയുന്ന ഫലം കൊടുക്കാത്തതിന്റെ കാര്യം, ആത്മീയത്തെ കൊണ്ടുവന്ന് അത്തി നട്ടേക്കുക, രാഷ്ട്രീയം നട്ടേക്കുക. അതെ, നമ്മുടെ സഭകളിൽ ഇന്ന് സംഭവിച്ചത് എന്താണ്? ആത്മീയ ഗോളത്തിൽ കൊണ്ടുപോയി അത്തി കൊണ്ടുപോയി നട്ടിരിക്കുകയാണ്. ഈ അവസരം വിശുദ്ധ പൗലോസ് പറഞ്ഞ കാര്യം എന്റെ ഓർമ്മയിൽ വരുന്നു. റോമർ 11:20-21 വിശ്വാസത്താൽ നീ നിൽക്കുന്നു, എളിയാതെ ഭയപ്പെടുക. സ്വാഭാവിക കൊമ്പുകളെ ദൈവം ആദരിക്കാതെ പോയെങ്കിൽ ഒരുപക്ഷെ നമ്മയും ആദരിക്കാതെ വന്നേക്കും. നിങ്ങൾ ഓർക്കണം, നമ്മുടെ മുന്തിരിത്തോട്ടം പറിച്ചു കളഞ്ഞ് അതിനെ ചീരത്തോട്ടമാക്കുവാൻ ആഹാബ് ഇസബേലും വാരിക്കനിപ്പുണ്ട്. നല്ല ഫലഭൂഷ്ടമായ മുന്തിരിത്തോട്ടം പറിച്ചു കളഞ്ഞ് അതിനെ ചീരത്തോട്ടമാക്കുവാനാണ് അവിടെ ആഗ്രഹം. അതേ, സാത്താൻ ഇന്നും നമ്മുടെ ആത്മീയം വേരോടെ പറിച്ചു കളഞ്ഞ് അതിനെ ഭൗതികമാക്കി മാറ്റുവാനായിട്ടുള്ള ശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ദൈവത്തിന്റെ അടുക്കൽ വന്ന ദൂതനോട് യോശുവ ചോദിച്ചു, നീ ഞങ്ങളുടെ പക്ഷക്കാരനോ എന്ന് ചോദിച്ചു. അപ്പോൾ അവൻ, ഞാൻ ആരുടെയും പക്ഷക്കാരനല്ല, ഞാൻ ദൈവത്തിന്റെ ആളാണെന്ന് പറഞ്ഞു. യോശുവ 5:13-14. കൊരിന്ത്യ സഭയിലെ പക്ഷക്കാരെ പോലെയും കർത്താവിന്റെ പക്ഷത്ത് നമുക്ക് ഉറച്ചു നിൽക്കാം. അതും കർത്താവിന്റെ പേരിലും പക്ഷം പിടിക്കേണ്ട കാര്യമില്ല. കർത്താവിനായി നേരെ നിൽക്കണം. 1 കൊരിന്ത്യർ 1:10 സഹോദരന്മാരെ, നിങ്ങൾ എല്ലാവരും ഒന്ന് തന്നെ സംസാരിക്കുകയും നിങ്ങളുടെ ഇടയിൽ ഭിന്നത ഭവിക്കാതെ ഏക മനസ്സിലും ഏക അഭിപ്രായത്തിലും യോജിച്ചിരിക്കുകയും വേണം. ഫിലിപ്പിയ 2:2-4 വരെ നിങ്ങൾ ഏക മനസ്സുള്ളവരായി ഏക സ്നേഹം കൊണ്ട് ഐകമത്യപ്പെട്ട് ഏക ഭാവമുള്ളവരായി ഇങ്ങനെ എന്റെ സന്തോഷം പൂർണ്ണമാക്കുവീൻ. ശാഠ്യത്താലോ ദുരഭിമാനത്താലോ ഒന്നും ചെയ്യാതെ ഓരോരുത്തൻ മറ്റുള്ളവനെ തന്നേക്കാൾ ശ്രേഷ്ഠൻ എണ്ണിക്കൊള്ളുവീൻ. ഓരോരുത്തൻ സ്വന്തം ഗുണമില്ല, മറ്റുള്ളവരുടെ ഗുണം കൂടെ നോക്കണം. സങ്കീർത്തനം 133 വായിക്കുന്നു, ഇതാ സഹോദരന്മാർ ഒത്തൊരുമിച്ച് വസിക്കുന്നത് എത്ര ശുഭവും എത്ര മനോഹരവുമാണ്. കാര്യസാധ്യത്തിനായി ഗ്രൂപ്പും പാനലും പറഞ്ഞ് വരുന്നവരെ വിവേചിച്ചറിയുകയും നാം ഒരു ഗ്രൂപ്പിന്റെയും വ്യക്താവായി തീരാതിരിക്കുവാൻ ശ്രമിക്കുകയും എല്ലാ ദൈവജനത്തെയും ഒന്നായി കാണുകയും ആത്മീയത്തിൽ രാഷ്ട്രീയം കലർത്താതെ സൂക്ഷിക്കുകയും ചെയ്യണം. അതിനായി ദൈവം നമ്മെ സഹായിക്കട്ടെ. 4-ാമത്തെ കാര്യം, പണത്തിന്റെ സ്വാധീനത സഭയെ ഗ്രസിച്ചിരിക്കുന്നു. പഴയ നിയമം നാം പരിശോധിച്ചാൽ ഭൗതിക ഉയർച്ചകൾ ദൈവ അനുഗ്രഹത്തിന്റെ ഭാഗമായി അവർ കണക്കാക്കിയിരുന്നു. എന്നാൽ പുതിയ നിയമത്തിൽ ഭൗതിക നന്മകളുടെ മാനദണ്ഡം അനുസരിച്ചല്ല ദൈവീയ അനുഗ്രഹം കണക്കാക്കുന്നത്. പിന്നെയോ സ്വർഗത്തിലെ സകല ആത്മീയ അനുഗ്രഹത്താലും അനുഗ്രഹം പ്രാപിച്ചവരെയാണ് അനുഗ്രഹീതരായി നാം കണക്കാക്കുന്നത്. എഫേസ്യ ലേഖനം 1:3. ഏതൊരു മനുഷ്യനും ഭൂമിയിൽ ജീവിക്കണമെങ്കിൽ ധനം ആവശ്യമാണ്. ധനം വേണ്ട എന്ന് തിരുവചനം പഠിപ്പിക്കുന്നില്ല. ധനത്തിന്റെ വിനിമയത്തിലാണ് ശരിയും തെറ്റും കടന്നുകൂടുന്നത്. ധനം വർദ്ധിക്കുമ്പോൾ നാം സൂക്ഷിക്കേണ്ട അനേക മുന്നറിയിപ്പുകൾ നമുക്ക് ദൈവവചനത്തിൽ കൂടെ നൽകി തരുന്നുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് കർത്താവ് തന്നെ പറഞ്ഞ കാര്യമാണ്, സമ്പത്തിൽ ആശ്രയിക്കുന്നവർ ദൈവരാജ്യത്തിൽ കടക്കുന്നത് എത്ര പ്രയാസം. ധനവാൻ ദൈവരാജ്യത്തിൽ കടക്കുന്നതിനേക്കാൾ ഒട്ടകം സൂചിക്കുഴയിലൂടെ കടക്കുന്ന എളുപ്പം. ചിലർ ദൈവത്തെ ശരണമാക്കാതെ തങ്ങളുടെ ധനസമൃദ്ധിയിൽ ആശ്രയിക്കുകയും ദുഷ്ടതയിൽ തന്നെ താൻ ഉറപ്പിക്കുകയും ചെയ്യുന്നു. സമ്പത്ത് വർദ്ധിച്ചാൽ അതിൽ മനസ്സ് വെക്കരുത് എന്നുമൊക്കെ ദൈവത്തിന്റെ വചനം ധാരാളം പ്രബോധന വാക്യങ്ങൾ നമുക്ക് നൽകി തന്നിട്ടുണ്ട്. ആ ഭാഗത്തേക്ക് എടുക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നില്ല. ഇയ്യോബ് തന്റെ അനുഭവം പറയുമ്പോൾ, ഞാൻ പൊന്ന എന്റെ ശരണമാക്കിയെങ്കിൽ, തങ്കത്തോട് നീ എന്റെ ആശ്രയം എന്ന് പറഞ്ഞെങ്കിൽ, എന്റെ ധനം വളരെ ആയിരിക്കുക കൊണ്ടും എന്റെ കൈ അധികം സമ്പാദിച്ചിരിക്കുക കൊണ്ടും ഞാൻ സന്തോഷിച്ചുവെങ്കിൽ, അതിനാൽ ഉയരത്തിലെ ദൈവത്തെ ഞാൻ നിഷേധിച്ചു എന്ന് വരുമല്ലോ. ഈ മുകളിൽ ഞാൻ പറഞ്ഞ കാര്യങ്ങളെല്ലാം വിശകലനം ചെയ്ത് പഠിച്ചാൽ ധനസമൃദ്ധി പലപ്പോഴും ദൈവത്തിൽ നമ്മെ അകറ്റുകയും ദൈവാശ്രയം നമ്മിൽ കുറയുകയും സ്വയപ്രശംസയ്ക്കും ഡംബത്തിനും അത് കാരണമായി തീരുകയും ചെയ്യും. എന്നാൽ ധനസമൃദ്ധി ഉണ്ടായിട്ടും അതിന്റെ പ്രതാപങ്ങൾ വെളിപ്പെടുത്താതെ വിനയവും താഴ്മയും ഉള്ളവരായി തങ്ങളുടെ ധനം ദൈവിക പ്രവർത്തനത്തിന്റെ വ്യാപ്തിക്കായി ഉപയോഗിക്കുകയും എളിയവരെ ആദരിക്കുകയും സാധുക്കളുടെ കണ്ണുനീർ ഒപ്പുവാനായി തങ്ങളുടെ ധനം ഉപയോഗിക്കുകയും ചെയ്യുന്ന അനേക ദൈവമക്കളുണ്ട്. ഇങ്ങനെയുള്ളവർ ദൈവരാജ്യത്തിൽ ഒരു മുതൽക്കൂട്ടാണ്
എന്നുള്ളതിന് രണ്ട് പക്ഷമില്ല. ദൈവിക പ്രവർത്തനത്തിനും വേലയുടെ വ്യാപ്തിക്കും ധനം ആവശ്യമാണ്. എന്നാൽ പണം ഉണ്ടെങ്കിൽ മാത്രമേ വേല നടക്കുകയുള്ളൂ എന്നുള്ള കാഴ്ചപ്പാട് തെറ്റാണെന്നുള്ള കാര്യം നാം അറിഞ്ഞിരിക്കണം. നമ്മുടെ പിതാക്കന്മാർ വണ്ടിക്കൂലിക്ക് പോലും പണം ഇല്ലാതിരിക്കെ, ഉടുതുണിക്ക് മറുതുണി ഇല്ലാതിരിക്കെ വിശ്വാസത്താൽ ഇറങ്ങി പുറപ്പെട്ടവരാണ്. അവർ പല സ്ഥലങ്ങളിൽ വേല വ്യാപിപ്പിക്കുകയും ചെയ്തു. നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണിത്. പാസ്റ്റർ കെ എം ചാക്കോ അവർകൾ ഡൽഹിയിലേക്കും, PM സൗമേൽ സാർ അവർകൾ ആന്ധ്രയിലേക്കും, പാസ്റ്റർ കുര്യൻ തോമസ് അവർകൾ ഇറ്റാർസിയിലേക്കും, പാസ്റ്റർ KJ സൗമേൽ സാർ ലാഹോറിലേക്കും, പാസ്റ്റർ PT ചാക്കോ അവർകൾ സെക്കൻഡറാബാദിലേക്കും, പാസ്റ്റർ MS ജോസഫ് തമിഴ്നാട്ടിലേക്കും, പാസ്റ്റർ പോൾ വർക്കി അവർകൾ കർണാടകയിലും വിജയകരമായ പ്രവർത്തനങ്ങളെ കാഴ്ചവെച്ചത് പണത്തിന്റെ സപ്പോർട്ടോടുകൂടെ അല്ല. ഇന്ന് വേലയോടത്ത് തുടങ്ങുമെന്ന് പറഞ്ഞാൽ ആദ്യമേ ചോദിക്കുന്ന പണം വേണമെന്നാണ്. കാരണം പണത്തിലുള്ള ആശ്രയം അങ്ങ് വർദ്ധിച്ചു, വിശ്വാസത്താലുള്ള വേല കുറഞ്ഞു. അതുകൊണ്ട് ഞാൻ പറയട്ടെ, ദൈവവേലയ്ക്ക് പണം വേണമെന്നുള്ളത് ശരിയാണേലും പണത്തിലുള്ള ആശ്രയമല്ല. വിശ്വാസത്തോടുള്ള വേല ആരംഭിക്കുമ്പോൾ ദൈവം ആ കാര്യങ്ങൾ ചെയ്യുമായിരുന്നു. പത്രോസ് പറഞ്ഞ വെള്ളിയും പൊന്നും ഞങ്ങൾക്കില്ലായിരുന്നു, ഞങ്ങൾക്കുള്ളത് ഞങ്ങൾ നിനക്ക് തരുന്നു. നമ്മുടെ പണം വാരിക്കൊടുത്തതിനാൽ ദൈവകൃപയില്ലെങ്കിലും മുഖ്യ പ്രാസംഗികരായി തീർന്ന പലരുണ്ട്. ഇന്ന് നമുക്കറിയാം, നമ്മുടെ മഹായോഗങ്ങളിൽ പ്രസംഗിക്കപ്പെടണമെങ്കിൽ പണം കൊടുക്കണം. പണം കൊടുത്തെങ്കിൽ മാത്രമേ അരമണിക്കൂറോ 20 മിനിറ്റോ പ്രസംഗിക്കാൻ കിട്ടത്തുള്ളൂ. അല്ലാതെ ദൈവകൃപയോ ദൈവത്തിന്റെ ആലോചനയല്ല വിഷയം. എന്താ, മഹായോഗങ്ങളിൽ പോലും പ്രസംഗിക്കണമെങ്കിൽ കാശ് കൊടുത്തെങ്കിൽ മാത്രമേ പ്രസംഗിക്കാൻ ഒക്കത്തുള്ളൂ എന്നുള്ള സ്റ്റേജ് വന്നുപോയി. അതുകൊണ്ട് എന്ത് വരുന്നു, ഈ പണം കൊടുത്ത് പ്രസംഗിക്കുന്ന പ്രിയപ്പെട്ടവരുണ്ട്, വേദികൾ കിട്ടാത്ത പ്രിയപ്പെട്ടവരുണ്ട്. അവർ പണം കൊടുത്ത് വേദികൾ കൈയടക്കുന്നു. അതുകൊണ്ട് ദൈവകൃപ ചോർന്നു പോകുന്നു എന്നുള്ള കാര്യം നാം മറന്നു പോകരുത്. ചില പ്രസ്ഥാനങ്ങൾ ഇന്ന് സമ്പന്മാരുടെ കയ്യിലെ കളിപ്പാവകളായി തീർന്നിരിക്കുന്നു. അവര് പണം മുടക്കുന്നത് കൊണ്ട് അവര് പറയുന്നത് കേട്ട ആ കാര്യങ്ങളെല്ലാം ചെയ്യുന്നത് നേതൃസ്ഥാനത്ത് വരുന്നവരെല്ലാം ഈ പണം മുടക്കുന്നവരുടെ ഇംഗിതം അനുസരിച്ച കാര്യങ്ങൾ ചെയ്യുന്നത്. തന്നെയല്ല, പണം കൊണ്ടും സ്വാധീനത കൊണ്ടും നേതൃനിരയിൽ വന്ന ശേഷം ഇവരെല്ലാം പറയും, കാശ് കൊടുത്ത വോട്ടുമൊക്കെ പിടിച്ച ശേഷം ഇവര് പറയും ദൈവം തന്ന സ്ഥാനം എന്ന് പറയും. ഇത് കേൾക്കുമ്പോൾ എനിക്കങ്ങ് ചിരി തോന്നും. ദൈവം കൊടുത്തതാണോ? പണം ചെലവാക്കി സ്ഥാനത്തിന് വന്നതല്ലേ? പണം ചെലവാക്കിയല്ലേ സ്ഥാനം മേടിച്ചത്? അപ്പൊ പണത്തിന്റെ സ്വാധീനതയല്ലേ ഇതെല്ലാം നടക്കുന്നത്? ശീമോൻ പത്രോസ് ഒരിക്കൽ പറഞ്ഞു, ദൈവത്തിന്റെ ദാനം പണത്തിന് വാങ്ങിക്കൊള്ളാമെന്ന് നീ നിരൂപിച്ചത് കൊണ്ട് നിന്റെ പണം നിന്നോടുകൂടെ നശിച്ചു പോട്ടെ എന്ന്. ഈ തരുണത്തിൽ ദൈവകൃപയിൽ ആശ്രയിച്ച ഞാൻ ഒരു കാര്യം വ്യക്തമാകട്ടെ. തനിക്ക് വോട്ട് ചെയ്യേണ്ടതിനോ താൻ ഇച്ഛിക്കുന്ന വ്യക്തിക്ക് വോട്ട് ചെയ്യേണ്ടതിനോ പണം കൊടുക്കുന്നവനും പണം മേടിച്ചു കൊടുക്കാമെന്ന് പറഞ്ഞ് കേൾക്കുന്ന കുറെ ഇടനിലക്കാരുണ്ടല്ലോ, അവരതിനകത്ത് കാശ് വീക്കുന്ന മുഴുവൻ ഇടനിലക്കാരാ. അവരെ നേതാവിൽ നിന്ന് വേണ്ടുവോളം കാശ് മേടിക്കും, എന്നിട്ട് തുച്ഛമായ കാശ് പാവത്തിങ്ങൾക്ക് കൊടുക്കും. ഇടനിലക്കാരൻ അതിനകത്തൊരു നല്ല പങ്ക് അമക്കുന്നത്. അതിനല്ലയോ കുറെ ഇടനിലക്കാര് ഇങ്ങനെ നേതാക്കന്മാരെ ചുറ്റിപ്പറ്റി നടക്കുന്ന ഇടനിലക്കാർ അതിനു വേണ്ടിയല്ലോ നിൽക്കുന്നത്. ഈ സ്ഥിതിക്കെല്ലാം മാറ്റം വരണം. പൈസ കൊടുക്കുന്നവരും തെറ്റ് ചെയ്യുന്നു, പൈസ വാങ്ങിക്കുന്നവരും തെറ്റ് ചെയ്യുന്നു. അതിനേക്കാൾ ഉപരിയായ ഒരു അധർമ്മം കൂടെ ഞാൻ പറയട്ടെ. പണം മേടിച്ചിട്ട്, ഒരു നേതാവിൽ നിന്ന് പണം മേടിച്ചിട്ട് മറ്റേ ഗ്രൂപ്പുകാർക്ക് വോട്ട് ചെയ്യും. അതിന്റെ പേര് വഞ്ചന എന്നല്ലേ? വഞ്ചന ചെയ്യുന്നവൻ എന്റെ വീട്ടിൽ വസിക്കയില്ല എന്ന് ദാവീദ് ഒരിക്കൽ പറയുണ്ടായി. അപ്പൊ ദൈവദാസന്മാരെ കൊണ്ട് പാപം ചെയ്യിക്കുകയല്ലേ ഈ ചെയ്യുന്നത്? ഇവർ ചെയ്യുന്ന ദൈവമക്കളെ കൊണ്ട് പാപം ചെയ്യിക്കുകയല്ലേ? ഞാൻ ഒരിക്കൽ ഒരു വാർത്ത കേട്ടു, ദൂരെ നിന്ന് ബസ് പിടിച്ചു വന്നു, തിരുവല്ലായുടെ അടുക്കാറായപ്പോ ഒരു ഗ്രൂപ്പുകാർ ആ വണ്ടി തടഞ്ഞു നിർത്തി, മറ്റവർ കൊടുത്തതിനേക്കാൾ കൂടുതൽ പൈസ കൊടുത്തു. അപ്പൊ വന്നവർ വോട്ട് മാറ്റി ചെയ്തു. ഇതെല്ലാം വഞ്ചന, ദൈവ വഴി വിട്ടു പോകുന്ന കാര്യങ്ങളല്ലേ? ഒരാളുടെ പൈസ മേടിച്ച് മറ്റൊരാൾ നോട്ട് ചെയ്യുന്നു, ഇതെല്ലാം വഞ്ചനയല്ലേ? നമുക്കൊരു മടങ്ങിവരവ് ആവശ്യമാണ്. പണത്തിന്റെ സ്വാധീനത, ദൈവം പണം തന്നത് പ്രത്യേകിച്ച് വിദേശ നാടുകളിലൊക്കെ വന്ന് ദൈവമക്കൾ കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി കൊടുക്കുന്ന പൈസ ഇങ്ങനെയുള്ള കാര്യത്തിന് വേണ്ടി ചിലവഴിക്കുന്നവർ ദൈവത്തോട് കണക്ക് ബോധിപ്പിക്കേണ്ടി വരും. ഞാൻ ഒരിക്കൽ ഇങ്ങനെ പറയുണ്ടായി, നയമാന്റെ ഭൃത്യൻ ഗേഹസി നയമാൻ അറിയാതെ പോയി, ഗേഹസി ഏലിശ അറിയാതെ പോയി നയമാന്റെ പണം മേടിച്ചു, എന്നിട്ട് വീട്ടിൽ കൊണ്ടുവച്ചു.
എന്നിട്ട് ആരും അറിയാതെ ഒടുവിൽ അവൻ യജമാനന്റെ മുമ്പിൽ നിന്നാ വായിക്കുന്നു. യജമാനന്റെ മുമ്പിൽ നിന്നു. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നമുക്കിതൊക്കെ തൽക്കാലത്തേക്ക് ഒരു കാര്യസാധ്യത്തിന് 10,000 20,000 ഒക്കെ കിട്ടിയെന്ന് വരും. എന്നാൽ ഒരു ദിവസം നാം യജമാനന്റെ മുമ്പിൽ നിൽക്കേണ്ട ഒരു ദിവസമുണ്ട്. അവൻ നമ്മളോട് കാര്യം തീർക്കുന്ന ഒരു ദിവസമുണ്ട്. അന്ന് നമ്മുടെ കൈകൾ ബലപ്പെട്ടിരിക്കുമോ? അതുകൊണ്ട് എന്നെ കേൾക്കുന്ന, ഈ ഗ്രൂപ്പിൽ കേൾക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ വോട്ടിന് വേണ്ടി കൊണ്ടുവന്ന് കൈമടക്കി തന്നാൽ വേണ്ട എന്ന് പരസ്യമായി നിരസിക്കണം. നിരസിച്ചെങ്കിൽ മാത്രമേ നമുക്ക് അതിനകത്ത് നീര് പുലർത്തുവാൻ കഴിയത്തുള്ളൂ. അപ്പൊ പണത്തിന്റെ സ്വാധീനത ദൈവജനത്തെ ഗ്രസിച്ചു കളയുന്നു. അഞ്ചാമത്തെ കാര്യം, ഗുണനിലവാരത്തെക്കാൾ പെരുപ്പത്തിന് പ്രാധാന്യത നൽകുന്നു. ഗുണനിലവാരത്തെക്കാൾ പെരുപ്പത്തിന് പ്രാധാന്യത നൽകുന്നു. ഇന്ന് ആത്മീയ കോളത്തിൽ എവിടെയും ക്വാളിറ്റിയേക്കാൾ ക്വാണ്ടിറ്റിക്ക് പ്രാധാന്യത നൽകുന്നു. ക്വാണ്ടിറ്റി, മെഗാ ചർച്ച്, മെഗാ ക്രൂസൈഡ്, മെഗാ കൺവെൻഷൻ എന്നിങ്ങനെ പോകുന്നു ദർശനങ്ങൾ. ഇപ്രകാരം പണിതെടുക്കുന്ന സഭകൾ കർത്താവിന് വേണ്ടിയാണോ? അവിടെ സ്വയം പ്രശസ്തിക്കും ധനസമ്പാദന മാർഗത്തിനും ഉള്ള മാർഗമായി കാണേണ്ടിയിരിക്കുന്നു. ആളുകൾ കൂടുമ്പോൾ നോട്ടെണ്ണുന്ന മിഷൻ കൂടുതൽ കൂടുതൽ മേടിക്കേണ്ടി വരും. ധനസമ്പാദന മാർഗമായി അങ്ങ് അടപ്പറിച്ചുകൊണ്ടിരിക്കുക. എന്നിട്ട് പന്നന്മാരിട്ട കീറിയ നോട്ടെന്നും പ്രസ്താവനയും ചെയ്യുക. ഇതൊക്കെ എത്രയോ വചനവിരുദ്ധമായ കാര്യമാണ്. എന്താ കഴിവുള്ളവരെയാണ്, നല്ല ഗുണനിലവാരത്തെക്കാൾ പെരുപ്പത്തിനാണ് പ്രാധാന്യമെങ്കിൽ കർത്താവ് പറഞ്ഞ എന്താ? ചെറിയ ആട്ടിൻകൂട്ടമേ, നിങ്ങൾ ഭയപ്പെടേണ്ട, കർത്താവ് നിങ്ങൾക്ക് രാജ്യം തരുവാൻ പ്രസാദിച്ചിരിക്കുന്നു. നോഹയുടെ, നിങ്ങൾക്കറിയാം, ആദാമിന്റെ മക്കളുടെ തലമുറ എടുക്കുമ്പോൾ ആദാം മുതൽ 7ാമനായ കൈന്റെ തലമുറ, ലാമേക്ക് കുടുംബവും വളരെ സമർത്ഥരായിരുന്നു. എങ്കിലും അവിടെ ഉള്ളിൽ പ്രതികാര ചിന്തയായിരുന്നു ഉണ്ടായിരുന്നത്. എന്റെ മുറിവിന് പകരം ഞാൻ ഒരു പുരുഷനെയും പരിക്കിന് പകരം ഒരു യുവാവിനെയും കൊല്ലുമെന്നും, കൈയിന് വേണ്ടി 7 ഇരട്ടി പകരം ചെയ്യുമെങ്കിൽ ലാമേക്കിന് വേണ്ടി 77 ഇരട്ടി പകരം ചെയ്യാനുള്ള ചിന്താഗതിയാണ്. എന്നാൽ അവരെ ദൈവം തള്ളിക്കളഞ്ഞിട്ട് ദൈവത്തോട് കൂടെ നടന്ന ഹാനോക്കിനെ ദൈവം തിരഞ്ഞെടുത്തു. നോഹയുടെ കാലത്ത് ജനം മുഴുവൻ ദൈവ വഴി വിട്ടുപോയപ്പോൾ നോഹയും ഭാര്യയും 3 പിള്ളേരുമായിട്ട് ഭാര്യമാരി 8 പേരെ ദൈവം തിരഞ്ഞെടുത്തു. പിന്നെ അതുപോലെ തന്നെ എളിയവരെയും ദരിദ്രരെയും ആദരിക്കാതെ ഗർവവും തീൻപുളപ്പും നിർഭയസൗര്യവും ഉള്ളവരായി സോഡോം ഗൊമോറയിലെ ജനം, എസെക്കിയേൽ 16:49, യെശയ്യാ 3:9, അവിടെ പാപങ്ങൾ പരസ്യമായി ചെയ്തു പോകുന്ന അവരെ ദൈവം തള്ളിക്കളഞ്ഞ് 4 പേരെ രക്ഷിച്ചെങ്കിലും 3 പേർ മാത്രം രക്ഷ പ്രാപിച്ചു. പെസഹ കുഞ്ഞാടിന്റെ ചോരയാൽ വീണ്ടെടുക്ക പ്രാപിച്ച് ചെങ്കടൽ കടന്ന് മോശയോട് ചേർന്നവരും ശക്തന്മാരുടെ ആഹാരം ഭക്ഷിച്ചവരും അടിക്കപ്പെട്ട പാറയിലെ വെള്ളം കുടിച്ചവരുമായ അബ്രഹാമിയ തലമുറ ദൈവത്തിന്റെ അത്ഭുത പ്രവൃത്തികൾ നേരിൽ കണ്ടവരും ദൈവമഹത്വം ദർശിച്ചവരും മരുഭൂമിയിൽ ദൈവത്തെ ആരാധിച്ചവരുമാണ്. എന്നാൽ ദൈവിക പ്രമാണത്തിൽ നിലനിൽക്കായാൽ 20 വയസ്സിന് മേലുള്ളവരിൽ യോശുവയും കാലേബും ഒഴികെ ബാക്കിയുള്ളവരെല്ലാം മരുഭൂമിയിൽ പട്ടുപോയി. കനാനോട് ഒറ്റ നോക്കുവാൻ 12 പേര് പോയെങ്കിലും 10 പേര് ബാധയാൽ മരിച്ചുപോയി. ഗിദെയോന്റെ കാലത്ത് യുദ്ധത്തിന് വേണ്ടി 30,000 യോദ്ധാംഗങ്ങൾ അണിനിരന്നെങ്കിലും 300 പേരെ ദൈവം തിരഞ്ഞെടുത്തുള്ളൂ. ദൈവം മോശ മുഖാന്തരം തന്നെ ജനത്തോട് അളിച്ചെന്നത്, നിന്റെ ദൈവമായ യഹോവയുടെ വാക്ക് യഹോവയ്ക്ക് നീ ഒരു വിശുദ്ധ ജനമാകുന്നു. ഭൂതലത്തിലുള്ള സകല ജാതികളും വെച്ച് നിന്നെ തനിക്ക് സ്വന്തം ജനമായിരിക്കേണ്ടതിന് നിന്റെ ദൈവമായ യഹോവ തിരഞ്ഞെടുത്തിരിക്കുന്നു. നിങ്ങൾ സംഖ്യയിൽ സകല ജാതികളെക്കാളും പെരുപ്പമുള്ളവർ കൊണ്ടല്ല യഹോവ നിങ്ങളെ പ്രിയപ്പെട്ട് തിരഞ്ഞെടുത്തത്, നിങ്ങൾ സകല ജാതികളെക്കാളും കുറഞ്ഞവരല്ലോ ആയിരുന്നത്. ആവർത്തന വേണ്ടി 6:7. കർത്താവും ശിഷ്യന്മാരോട് പറഞ്ഞത് ലൂക്കോസ് 12:32, ചെറിയ ആട്ടുംകൂട്ടമേ ഭയപ്പെടരുത്, നിങ്ങളുടെ പിതാവ് രാജ്യം നിങ്ങൾക്ക് തരുവാൻ പ്രസാദിച്ചിരിക്കുന്നു. ഇതിന്നെല്ലാം മനസ്സിലായത് ഒരു വലിയ കൂട്ടത്തെ, ഒരാൾക്കൂട്ടമല്ല ദൈവത്തിന് വേണ്ടിയത്, പ്രസ്തുത അല്ല. പിന്നെയോ കര ചുളുക്കം മുതലായതൊന്നുമില്ലാതെ ശുദ്ധയും നിഷ്കളങ്കയുമായ ഒരു മണവാട്ടിയാണ് കർത്താവിന് വേണ്ടിയത്. എഫേസ്യ ലേഖനം 5:26-27. നമ്മുടെ അജ്ഞാനകാലത്തുണ്ടായിരുന്ന അജ്ഞാനകാലത്തുണ്ടായിരുന്ന മോഹങ്ങളെ മാതൃകയാക്കാതെ വിളിച്ച വിശുദ്ധനൊത്തവണ്ണം അനുസരണമുള്ള മക്കളായി എല്ലാ നടപ്പിലും വിശുദ്ധരാകുന്ന ഒരു കൂട്ടം ജനത്തെയാണ് ദൈവത്തിന് വേണ്ടിയത്. 1 പത്രോസ് 1:13-14. ഭാര്യ ഭർത്താക്കന്മാർ ജീവനോടുകൂടെ ഇരിക്കുമ്പോൾ
വേറെ വിവാഹം കഴിക്കുന്നവർ വ്യഭിചാരം ചെയ്യുന്ന ബൈബിളിന്റെ വ്യവസ്ഥ. ഇന്ന് അങ്ങനെയുള്ളവർ പലരും നേതൃസ്ഥാനത്ത് വരെ വന്നിട്ടുണ്ട്. പണ്ട് 2 കെട്ടിയവനെ ഇപ്പൊ 3 കെട്ടിയവനെ വരെ സഭയിൽ എടുക്കുന്നുണ്ട്. ഇതൊക്കെ ദൈവവചനത്തിന്റെ ആള് കൂടാൻ വേണ്ടി ചെയ്യുന്ന പരിപാടിയാണ്. സഹോദരനോട് കാര്യമുണ്ടായാൽ അഭക്തന്മാരുടെ മുമ്പിൽ വ്യവഹാരത്തിന് പോകുന്ന വ്യക്തികൾ ധാരാളമുണ്ട്. അങ്ങനെ വ്യവഹാരത്തിന് പോകാനും കാര്യം എന്താ? നേതൃനിരയിൽ നിന്ന് നീതിയോടെ ഭരണം നടത്താതെ വരുന്നത് കൊണ്ടാണ് അവർ വ്യവഹാരത്തിന് പോകേണ്ടി വരുന്നു. അങ്ങനെ വ്യവഹാരത്തിന് പോകുവാൻ ഇട കൊടുക്കാതെ നീതിയോടെയുള്ള ഭരണമായിരിക്കണം നേതൃത്വത്തിൽ ഇരിക്കുന്നവരും ചെയ്യേണ്ടത് എന്നുള്ള കാര്യം നാം മറന്നുപോകരുത്. വിശുദ്ധ പൗലോസിന്റെ ഭാഷയെ പറഞ്ഞാൽ, നിങ്ങളുടെ ഇടയിൽ ഈർഷ്യയും പിണക്കവും ഇരിക്കെ നിങ്ങൾ ജഡീകന്മാരും ശേഷം മനുഷ്യരെ പോലെ നടക്കുന്നവരുമല്ലയോ എന്നാ പറഞ്ഞത്. യേശു ക്രിസ്തു ദൈവാലയത്തിൽ ചെന്ന് കാള, ആട്, പ്രാവ എന്നിവയെ വിൽക്കുന്നവരെയും അവിടെ ഇരിക്കുന്ന പൊൻപാണിപ്പക്കാരുടെ മേശകളെയും കണ്ടിട്ട് കയറുകൊണ്ടൊരു ചമ്മട്ടി ഉണ്ടാക്കി ആടുമാടുകളുടെ എല്ലാവരെയും ദൈവാലയത്തിൽ പുറത്താക്കി. പൊൻപാണിപ്പക്കാരുടെ ധാന്യം തൂക്കിക്കളഞ്ഞു, മേശകളെ മറിച്ചിട്ടു, പ്രാവുകളെ വിൽക്കുന്നവരോടെ ഇവിടെ നിന്ന് കൊണ്ടുപോകുമെന്ന് പറഞ്ഞു. എന്റെ പിതാവിന്റെ ആലയത്തെ വാണിഭശാലയാക്കരുത് എന്ന് പറഞ്ഞു. ഇന്ന് ആത്മീയ കോണത്തിൽ പോലും വിശുദ്ധ പൗലോസ് പറഞ്ഞ പോലെ സ്വസ്നേഹികളും ദ്രവ്യാഗ്രഹികളും വമ്പു പറയുന്നവരും അഹങ്കാരികളും ദൂഷകന്മാരും അമ്മയപ്പന്മാരെ അനുസരിക്കാത്തവരും നന്ദി കെട്ടവരും അശുദ്ധരും വാത്സല്യമില്ലാത്തവരും ഇണങ്ങാത്തവരും ഏഷണിക്കാരും അർജേന്ത്യന്മാരും ഉഗ്രന്മാരും സൽഗുണദോഷികളും ദ്രോഹികളും ദാക്ഷക്കാരും നിഗളികളുമായി ദൈവപ്രിയമില്ലാതെ ഭോഗപ്രിയരായി ഭക്തിയുടെ വേഷം ധരിച്ച് അതിന്റെ ശക്തിയെ ത്യജിക്കുന്നവർ എഴുന്നേറ്റുകൊണ്ടിരിക്കുകയാണ്. ഗുണനിലവാരമില്ലാത്ത ഒരു പുരുഷാരത്തെ അല്ല ദൈവത്തിന് വേണ്ടിയത്. പിന്നെയോ ദൈവീയ പ്രമാണം കാത്ത് വിശുദ്ധിയും വേർപാടും നിലനിർത്തുന്ന വിശുദ്ധന്മാരെ ചേർക്കുവാനാണ് കർത്താവ് വരുന്നത്. അതുകൊണ്ട് ഞാൻ പറയട്ടെ, അനീതി ചെയ്യുന്നവൻ ഇനി അനീതി ചെയ്യട്ടെ, അഴുക്കുള്ളവൻ ഇനി അഴുക്കാഴട്ടെ, നീതിമാൻ ഇനിയും നീതി ചെയ്യട്ടെ. ആറാമത്തെ കാര്യം, ഫലത്തേക്കാൾ വൃക്ഷം തരച്ചിരിക്കുന്നതിൽ സംതൃപ്തി അടയുന്നു. ദൈവസഭ ദൈവത്തിന്റെ തോട്ടമാണ്. ദൈവമക്കൾ അതിലെ നടുതലയാണ്. ഉത്തമഗീതത്തിൽ പറഞ്ഞത്, എന്റെ സോദരി എന്റെ കാന്ത കെട്ടിയടച്ചിരിക്കുന്ന തോട്ടം. ഉത്തമഗീതം 4:12. 1 കൊരിന്ത്യർ 3:6 മുതൽ 9 വരെ വായിക്കുമ്പോൾ, ഞങ്ങൾ ദൈവത്തിന്റെ കൂട്ടുവേലക്കാർ, നിങ്ങൾ ദൈവത്തിന്റെ കൃഷി. ഞാൻ നട്ടു, അപ്പല്ലോസ് നനച്ചു, ദൈവം അത്രേ വളരുമാറാക്കുന്നത്. ആകയാൽ വളരുമാറാക്കുന്ന ദൈവമല്ലാതെ നടുന്നവനും നനയ്ക്കുന്നവനും ഏതുമില്ല. ഇപ്രകാരം ദൈവത്തിന്റെ സഭയാം തോട്ടത്തിൽ ദൈവത്തിന്റെ വലങ്കൈ നട്ട ദൈവത്തിനായി വളർത്തിയ വൃക്ഷലലാദികളാണ് നാം എന്നുള്ള കാര്യം നാം മറന്നു പോകരുത്. ഈ തോട്ടത്തിൽ നിന്ന് ദൈവം ആഗ്രഹിക്കുന്നത് ദൈവത്തിന് ഹിതകരമായ ഫലമാണ് ആഗ്രഹിക്കുന്നത്. ഹിതകരമായ ഫലം. യോഹന്നാൻ 15:16 വായിക്കുമ്പോൾ, നിങ്ങൾ പോയി ഫലം കായ്ക്കാൻ നിങ്ങളെ ആക്കി വെച്ചിരിക്കുന്നു എന്നാണ്. എന്നാൽ ഇന്ന് നമ്മൾ ആഗ്രഹിക്കുന്നത്, ഒരു അത്തി ഉണ്ടായിരുന്നു, അത് വളരെ തടച്ചിരിക്കുക, എന്നാൽ ഫലമൊന്നും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് കർത്താവ് അത്തിയെ ശപിച്ചതായി നമ്മൾ ദൈവവചനത്തിൽ കൂടെ വായിക്കുന്നല്ലോ. കർത്താവ് തന്റെ സഭയാം തോട്ടത്തിലെ നടുതലയായ വൃക്ഷങ്ങളിൽ നിന്ന് ആഗ്രഹിക്കുന്ന ഫലങ്ങളാണ്. എന്നാൽ ഇന്ന് കർത്താവ് അത്തിയെ നോക്കിയതുപോലെ ഇന്നും ഇലകൾ തടച്ചിരിക്കുകയാണ്. അനുഭവമില്ലാത്ത ഫലങ്ങൾ കണ്ടെത്തുവാൻ സാധിക്കുന്നു. ഇന്ന് പെന്തക്കോസ്തുകാരുടെ എല്ലാ വേരുകളിലും മുഴങ്ങി കേൾക്കുന്നത് വൃക്ഷത്തിന്റെ തടപ്പിനെ കുറിച്ചാണ്. ഞങ്ങളോടുകൂടെ ഇത്രായിരം സഭകൾ, ലോകത്തിലുള്ള എല്ലാവരെക്കാളും കൂടുതൽ സഭകൾ ഞങ്ങളുടെ കൂടെ ഉണ്ട്. നമുക്കറിയാം, ചില സ്ഥലത്ത് 10,000-ഉം 1000-കണക്കിനും 10,000-ഉം 20,000-ഉം ഒക്കെ ആൾക്കാർ കൂടുമ്പോൾ ഇവിടെ 7-ഓ 8-ഓ പേരുള്ളത് ആ ഒരു സഭയെ നമ്മൾ പറയുന്നത്. സഭകളുടെ എണ്ണം പെരുപ്പിച്ചങ്ങ് കാണിക്കുക. പിന്നെ കുടിൽ വ്യവസായങ്ങൾ പോലെ ബൈബിൾ സ്കൂളുകൾ, അനേക അനാഥശാലകൾ, എല്ലാ സ്ഥലങ്ങളിലും മെഗാ ഹോളുകൾ, പുതിയ പുതിയ വാഹനങ്ങൾ, കൺവെൻഷൻ ഗ്രൗണ്ടുകൾ, വലിയ ഓഡിറ്റോറിയങ്ങൾ, മെഗാ കൺവെൻഷനുകൾ, വലിയ ക്രൂസൈഡുകൾ, മനുഷ്യരെ പ്രകീർത്തിക്കുന്ന വലിയ കട്ടൗട്ടുകളും ഫ്ലെക്സ് ബോർഡുകളും വലിയ ബാനറുകൾ,
ഭരണതലത്തിൽ സ്വാധീനം ചെലുത്തുവാൻ കഴിയുന്നവർ, സഭകളെയും വ്യക്തികളെയും വിലക്കെടുക്കുവാൻ കഴിവുള്ള സമ്പന്നന്മാർ, പ്രാസമൊപ്പിച്ച് പ്രസംഗിക്കുന്ന നല്ല പ്രാസംഗികർ, പന്തൽ, കാൽനാട്ട് മഹാമഹം, ശവത്തെ കൊണ്ട് നഗരി കാണിക്കൽ, യോഗങ്ങളിൽ മന്ത്രിമാരുടെ സാന്നിധ്യം ഒഴിച്ചുകൂടാൻ വയ്യാത്ത നിലയിൽ എത്തിച്ചേർന്നിരിക്കുന്നു. എവിടെയും പൊടിപൂര, ഫലമൊന്നുമില്ല, പക്ഷെ എവിടെയും പൊടിപൂരം. ശാഖയും ശാഖോപശാഖകളുമായി പടർന്ന് പന്തലിച്ചിരിക്കുക. ഇതിങ്കൽ കാലിളകി നടക്കുന്ന ഒരു പറ്റം ആത്മീയരെന്ന് അഭിമാനിക്കുന്ന ജഡികർ ഇതിന്റെ കൂടെ മുതലെടുപ്പ് നടക്കുക. അങ്ങ് തടച്ചിരിക്കുക. ഞങ്ങളുടെ പ്രസ്ഥാനം അങ്ങ് തടച്ചു. ഇത്ര ഹൈസ്കൂള്, ഇത്ര അനാഥശാല, ആ സ്ഥലങ്ങൾ മുഴുവൻ കെട്ടിടങ്ങൾ, ഓഡിറ്റോറിയങ്ങൾ, കൺവെൻഷൻ പേരുകൾ. പണ്ടൊരിക്കൽ നമ്മുടെ ഒരു ദൈവദാസൻ ഇവിടെ വന്ന, പേര് പറയുന്നില്ല, നമ്മുടെ കൺവെൻഷൻ സ്റ്റേജ് 500 പേർക്ക് ഇരിക്കത്തക്ക രീതിയിൽ വിപുലമാക്കണമെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ എഴുന്നേറ്റ് പറഞ്ഞു, ദൈവദാസനെ 500 പേർക്ക് ഇരിക്കുന്ന രീതിയിൽ വിപുലമാക്കണ്ട, അത് 5 പേർക്ക് ഇരിക്കത്തക്ക രീതിയിൽ ചുരുക്കണമെന്ന് പറഞ്ഞു. എല്ലാവരും കൈയടിച്ചു. കാരണം നിങ്ങൾക്കറിയാമല്ലോ, നമ്മുടെ മഹായോഗങ്ങൾ നടക്കുമ്പോൾ വേദികളിൽ ഇരിക്കുന്ന പലരും പേപ്പറുകൾ വായിച്ചുകൊണ്ടിരിക്കുന്നവരും, തമ്മിൽ സെൽഫോൺ ചെയ്യുന്നവരും, പിന്നെ ഒരു കൂട്ടം ആൾക്കാരുണ്ട് ആ പോഡിയത്തിന്റെ തൊട്ട് പുറകിലെ സീറ്റ് പിടിക്കത്തുള്ളൂ. പോഡിയത്തിന്റെ തൊട്ട് പുറകിൽ ഇരിക്കാൻ മുമ്പേ വന്ന് സീറ്റ് പിടിക്കുക. എന്തിനാന്ന് ചോദിച്ചാൽ ഈ കൺവെൻഷൻ തീരുന്നത് വരെ പ്രാസംഗികനോടുകൂടി അവരെ കണ്ടോണ്ടിരിക്കണം. എന്താണ് നിങ്ങൾ വിചാരിക്കുന്നത്? എല്ലാം ഷോപ്പാ. ഞാൻ അതിന് പറഞ്ഞു, ദൈവനെ പ്രസംഗിക്കുന്നയാളും ലീഡ് ചെയ്യുന്നയാളും പ്രധാനപ്പെട്ട 4-5 പേര് മാത്രം സ്റ്റേജിൽ ഇരുന്നാൽ മതി. ബാക്കിയുള്ളവരൊക്കെ താഴെ വന്നിരുന്ന പ്രസംഗം കേൾക്കട്ടെ. ഇവർ ഉറക്കുന്നതും സെൽഫോൺ ചെയ്യുന്നതും ഒക്കെ നമ്മൾ വിദേശത്തിരിക്കുന്നത് നമ്മൾ ടി വി കൂടെ കണ്ടോണ്ടിരിക്കുക. അതിന്റെ വല്ല ആവശ്യമുണ്ട്? എല്ലാം ഷോ ഓപ്പായി മാറിയിരിക്കുക, തടച്ചിരിക്കുക, വളരെ തടച്ചിരിക്കുക. അത് ദൈവം ആഗ്രഹിക്കുന്നില്ല. എന്നാൽ ആത്മീയ കോളത്തിൽ മറ്റൊരു കൂട്ടം നന്നായി ഫലം കായ്ക്കുന്നവരാണ്. അവർ നല്ലതുപോലെ ഫലം കായ്ക്കുന്നുണ്ട്. അവരെ കൊണ്ട് ദൈവസഭയ്ക്ക് ധാരാളം പ്രയോജനമുണ്ട്. ഈ വലിയ ഷോപ്പ് കാണിക്കുന്ന പലരും അവരുടെ പ്രവൃത്തികൾ എടുത്ത് നോക്കണം. ജഡത്തിന്റെ പ്രവൃത്തികളാ. ദുർനടപ്പ്, അശുദ്ധി, ദുഷ്കാമം, വിഗ്രഹാരാധന, ആഭിചാരം, പക, പിണക്കം, ജാരസംഘം, ക്രോധം, ശാഠ്യം, നൊന്നപക്ഷം, ഭിന്നത, അസൂയ, മദ്യപാനം, വെറിക്കൂത്ത് മുതലായവ വെളിവാകും. എല്ലാവരുടെയും കാര്യമല്ല ഞാൻ ഈ പറയുന്നത്, എല്ലാവരുടെയും കാര്യമല്ല. അതിലൊരു നല്ല പങ്കും ദൈവത്തെ ആരാധിക്കുന്ന, പരമാർത്ഥതയോടെ ആരാധിക്കുന്നവരും ദൈവത്തെ സേവിക്കുന്നവരും. എന്നാൽ ഇതിനകത്ത് ചിലരുണ്ട്. എന്തിനാ ഞാൻ ചിലപ്പോൾ പറയാറുണ്ട്, ഒരു സഭയിൽ ഇടർച്ചയും ഭിന്നതയൊക്കെ ഉണ്ടാക്കുന്നത് 2% ആൾക്കാരെ കാണത്തുള്ളൂ. ഒരു സഭയിൽ പരേതനായ പാസ്റ്റർ ജോൺ ഡാനിയൽ ഇങ്ങനെ പറഞ്ഞു, ഒരു സഭയെ പ്രശ്നം ഉണ്ടാക്കുന്ന 2%ഓ 3%ഓ ആൾക്കാരാണ്. ബാക്കിയുള്ള 98% നല്ലവരാണ്. എന്നാൽ സഭ ഇരിക്കുന്നത് ഈ 2% കയ്യിലാണ്. കാരണം അവര് വാച പഠിക്കുന്നതുകൊണ്ട് അവരുടെ കൈ കൂടെ സഭ പോകത്തുള്ളൂ. ആത്മീയന്മാർ മിണ്ടുന്നില്ല. ഞാൻ പറയട്ടെ, ഈ ദിവസങ്ങളിൽ ആത്മീയന്മാർ ഉണരട്ടെ. ജഡീകന്മാർക്ക് സ്വാതന്ത്ര്യം കൊടുക്കാതെ ആത്മീയന്മാർ ഉണരട്ടെ. പ്രാർത്ഥനയിലും ഉപവാസത്തിലും ആത്മാവിന്റെ നടത്തിപ്പിലും സഭ മുമ്പോട്ട് പോകുവാൻ ദൈവജനം ഉത്സാഹിക്കുന്നത് വളരെ നല്ലതാണ് എന്നുള്ള കാര്യം നാം അറിഞ്ഞിരിക്കണം. കൃപാവരത്തിന് കൊരിന്ത്യ സഭയിൽ ഒരു കുറവുമില്ലായിരുന്നു. എന്നാൽ ഗ്രൂപ്പിസം ശക്തമായി വന്ന കാര്യം നമ്മൾ അറിയുന്നുണ്ടല്ലോ. ആകയാൽ നിലത്തെ നിഷ്ഫലമാക്കുന്ന രീതിയിൽ തടച്ചിരിക്കുന്ന അനുഭവത്തിൽ നിന്ന് മാറി ക്വാളിറ്റിക്ക് പ്രാധാന്യത കൊടുത്ത് സഭ മുമ്പോട്ട് പോകാൻ ഉത്സാഹിക്കണം. 7ാമത്തെ കാര്യം, ദൈവജനത്തിന് ശിഷ്യത്വം നഷ്ടപ്പെട്ടിരിക്കുന്നു. തിരുവചനം നാം പരിശോധിക്കുമ്പോൾ ഗുരു ശിഷ്യ ബന്ധത്തെ കുറിച്ച് യേശു ക്രിസ്തു തന്നെ ആധികാരികമായി പല കാര്യങ്ങളും പറഞ്ഞു. ആദ്യകാലത്ത് എല്ലാ വിശ്വാസികളെയും ശിഷ്യന്മാർ എന്ന പേരിനാൽ അറിയപ്പെട്ടത്. ഇന്ന് ശിഷ്യത്വം എടുക്കുവാൻ ആർക്കും ആഗ്രഹമില്ല. പൗലോസ് പോലും ഇത്രയും ശോഭിക്കാൻ കാര്യം ഗമാലിയലിന്റെ കാൽക്കൽ ഇരുന്ന ദൈവത്തിന്റെ വചനം പഠിച്ചതുകൊണ്ട്. കർത്താവ് അപ്പോസ്തലന്മാരെ അയച്ചപ്പോൾ തന്നോടുകൂടെ ഇരിക്കേണ്ടതിനും പ്രസംഗിക്കേണ്ടതിനും അയക്കേണ്ടതിനും ഭൂതങ്ങളെ പുറത്താക്കുവാൻ അധികാരം ഉണ്ടാകേണ്ടതിനും 12 പേരെ നിയമിച്ചു വന്നു. അപ്പൊ ഇരുന്ന ശിഷ്യത്വം പ്രാപിച്ചവരെയാണ് ദൈവത്തിന് പ്രയോജനപ്പെടുവാൻ കഴിയുന്നത്. ഇന്ന് നമുക്കറിയാമല്ലോ, യോഗങ്ങൾ നടക്കുമ്പോൾ, ദൈവവചനം ശുശ്രൂഷിക്കുമ്പോൾ ഇങ്ങനെയുള്ള പാർട്ടികൾ മാവിൻ ചവിട്ടിലും റൂമുകളിൽ
രഹസ്യയോഗങ്ങൾ നടക്കുക. അവർക്ക് ദൈവവചനം കേൾക്കണ്ട, അവർക്ക് ശിഷ്യപ്പെടുവാൻ താല്പര്യമില്ല. അവരാ സഭയ്ക്ക് നേതൃത്വം കൊടുക്കുന്നു. എല്ലാവരുടെയും കാര്യമല്ലെന്ന് ഞാൻ പറഞ്ഞല്ലോ. ഇതിനകത്ത് ആത്മീയന്മാർ നല്ലൊരു പങ്കുണ്ട്. ദൈവവചനം കേൾക്കുവാനോ പഠിക്കുവാനോ ശിഷ്യപ്പെടുവാനോ ഒരു യോഗത്തിനെടുത്ത് ദൈവവചനം കേൾക്കുവാനോ അവർക്ക് താല്പര്യമില്ല. ഇവിടെ തകർത്ത യോഗങ്ങൾ നടക്കുമ്പോൾ റൂമുകളിൽ രഹസ്യയോഗങ്ങൾ നടക്കുക. കാരണം ശിഷ്യപ്പെടുവാൻ മനസ്സില്ലാത്ത ഒരു കൂട്ടം ജനം അവരുടെ കയ്യിൽ കൂടെ സഭകൾ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. കർത്താവ് പറഞ്ഞല്ലോ, ഞാൻ സൗമ്യതയും താഴ്മയുള്ളവനാകിയാൽ എന്റെ നുകം ഏറ്റുകൊണ്ട് എന്നോടുകൂടെ പഠിപ്പീൻ. മത്തായി 11:28-30. ഒരു കാളയുടെ കരുത്തിൽ നുകം വെച്ച് കെട്ടിയാൽ കാള എത്ര കരുത്തുള്ളതായാലും തന്നിഷ്ടത്തിന് പോകുവാൻ അനുവദിക്കയില്ല. പിന്നെയോ യജമാന്റെ കീഴടങ്ങി യജമാൻ ഹിതകരമായി ചെയ്യേണ്ടിയിരിക്കുന്നു. ആത്മീയ കോളത്തിലും യേശുവിന്റെ നുഖത്തിന് കീഴ്പ്പെടാതെ തന്നിഷ്ടത്തിന് പ്രവർത്തിക്കുന്ന ശിഷ്യന്മാർ എന്ന് അഭിമാനിക്കുന്ന കപട ശിഷ്യന്മാരുടെ എണ്ണം വർദ്ധിക്കുന്നു. തലഫലമായി ന്യായാധിപന്മാരുടെ പുസ്തകത്തിൽ ഒരു ലേവ്യ യുവാവിനെ കുറിച്ച് പറയുന്നുണ്ട്, തരം കിട്ടുന്നിടത്ത് പാർക്കുന്നത്. അങ്ങനെയുള്ള കുറെ ആൾക്കാരും ഇതിനകത്തുണ്ടെന്നുള്ള കാര്യം നാം മറന്നുപോകരുത്. യേശു ക്രിസ്തു പറഞ്ഞു, ശിഷ്യൻ ഗുരുവിന് മീതെയല്ല, ഗുരുവിനെ പോലെ ആകുന്ന ശിഷ്യന് മതി. മത്തായി 12:24-25 വായിക്കുമ്പോൾ പത്രോസ് ഒരിക്കൽ യേശുവിനോട് പറഞ്ഞു, യേശുവിനെ വേറിട്ട് കൊണ്ടുപോയി പറഞ്ഞു, നിനക്ക് മരണം സംഭവിക്കുന്നത് അങ്ങനെ അരുതേ എന്ന് പറഞ്ഞു. ഉടനെ യേശു അവനോട്, സാത്താനെ എന്നെ വിട്ടുപോ, നീ എനിക്ക് ഇടർച്ചയാകുന്നു എന്ന് പറഞ്ഞു. മലയാളം പരിഭാഷയിൽ അങ്ങനെയാണ് രേഖപ്പെടുത്തിയിരിക്കുന്നതെങ്കിലും മൂലഭാഷയിലും ഇംഗ്ലീഷിലും നീ എന്റെ പിന്നിൽ വരിക എന്ന് വെച്ചാൽ സാത്താനെ എന്നെ വിട്ടുപോ, നീ എന്റെ പിന്നിൽ വരിക എന്നാ പറഞ്ഞത്. മുമ്പ് കയറി നടക്കുവാൻ ആഗ്രഹിക്കരുത്. ഇന്നെല്ലാം മുമ്പിൽ നടക്കുന്ന കുറെ ആൾക്കാർ. കർത്താവിന്റെ അപ്പോസ്തലന്മാർ യോഹന്നാൻ യേശുവിനെ പിൻഗമിക്കുന്നത് കണ്ടു. ഞങ്ങളുടെ നാട്ടിലൊക്കെ ഹിന്ദുക്കൾ ധാരാളമുണ്ട്. വർഷത്തിൽ ഒരിക്കൽ അവർ മറ്റൊരു അമ്പലത്തിൽ നിന്ന് അവരുടെ ദേവിയെ എഴുന്നള്ളിച്ച് ഞങ്ങളുടെ പ്രദേശത്ത് കൊണ്ടുവരും. അതിന് പറയെടുക്കുക എന്നാ പറയുന്നത്. ആ പറയെടുക്കാനായിട്ട് വരുമ്പോൾ കരയോഗ കമ്മിറ്റിക്കാരുണ്ട്. അവര് പറയും, ഒന്നാമത്തെ പറ തട്ടക്കാട്ട്, രണ്ടാമത്തെ പറ കൊട്ടാരത്തിലെ, ഇങ്ങനെ ഓരോ വീടുകൾ അവർ നേരത്തെ പ്ലാൻ ചെയ്ത് വെച്ചേക്കുക. അല്ലാതെ ഒരു റോഡ് സൈഡിൽ കാണുന്ന എല്ലാ പറയും കയറി പോകുന്ന രീതിയല്ല. കമ്മിറ്റിക്കാർ പറഞ്ഞ പോലെ ഉള്ളൂ. ചിലപ്പോൾ ഒരു പറ ഒരു വീട്ടിൽ നിന്ന് എടുത്തിട്ട് ഒരു മൈല് പോയിട്ട് വീണ്ടും തിരിച്ചു വരണം. എന്നാൽ ഈ ദേവിയെ കൊണ്ട് വരുമ്പോൾ ചെണ്ടക്കാര് മുമ്പിൽ പോകും. അതിന്റെ മുമ്പിൽ മൽക്കീസദേക്കിന്റെ ക്രമപ്രകാരമുള്ള കുറെ പിള്ളേരുണ്ട്. അവർക്ക് ഈ കരയോഗ കമ്മിറ്റിക്കാരുടെ കാര്യമൊന്നും അറിയത്തില്ല. അവര് വഴി കാണുന്ന വീടുകളിലൊക്കെ ആദ്യമേ അങ്ങ് കയറുന്ന ഉടനെ ചെണ്ടക്കാരും അവിടെ പുറയിൽ കയറും. പാവം ഈ ദേവിയെ കൊണ്ടുപോകുന്ന അവരും അതിന്റെ പുറയിൽ കയറും. പുറകെ നിൽക്കുന്ന കമ്മിറ്റിക്കാർ തിരിച്ചു വിളിക്കും, പറയാം അവിടെ അല്ല. ഞാൻ പറയാറുണ്ട്, ദേവിയെ പോലും വഴിതെറ്റിക്കുന്ന കുറെ പിള്ളേര് എന്ന് പറഞ്ഞതുപോലെ ആത്മീയ കോളത്തിൽ അവരാ ഇതെല്ലാം നിയന്ത്രിക്കുന്നത്. അവരുടെ കയ്യിൽ കൂടെ ദൈവസഭ പോകുന്നത്. ശിഷ്യപ്പെടാൻ അവർക്ക് താല്പര്യമില്ല. ദൈവവചനം പഠിപ്പാൻ അവർക്ക് താല്പര്യമില്ല. അവർ ആത്മീയ മീറ്റിങ്ങുകൾക്ക് അകത്തിരിക്കത്തില്ല. ദൈവവചനം കേൾക്കണമെന്ന് അവർക്ക് ആഗ്രഹമില്ല. പരീക്ഷന്മാരുടെ ചിന്താഗതിയിൽ കാര്യങ്ങളെല്ലാം പരസ്യമായി പ്രകടിപ്പിച്ചു കൊണ്ടിരിക്കുന്ന, അങ്ങോട്ട് ഉപദേശിക്കാൻ ചെന്നാൽ ഇങ്ങോട്ട് ബൈബിൾ ക്ലാസ് പഠിപ്പിച്ചു വിടുന്ന ഒരു കാര്യമാണ്. ലെവോനിക്ക സഭയ്ക്ക് പറ്റിയ പരാജയവും, ഞാൻ സമ്പന്നനായിരിക്കുന്നു, ഞാൻ ധനവാനായിരിക്കുന്നു, എനിക്ക് ഒന്നിനും മുട്ടില്ല എന്ന് പറഞ്ഞുള്ള അനുഭവമാണ് അവർക്കെല്ലാം ഉണ്ടായിരുന്നത്. അതും എന്ത് ചെയ്യുന്നു? ദോഷം ചെയ്യുന്ന കാര്യമാണെന്നുള്ള കാര്യം നാം മറന്നു പോകരുത്. അതുകൊണ്ട് നമുക്ക് ദാസ്യ ഹൃദയമുണ്ടായി ശിഷ്യത്വം എടുത്ത് കർത്താവിന്റെ പാഠപെടുത്തുകൾ ഇരുന്ന് ശിഷ്യത്വം ഏൽക്കുന്നത് നല്ലതാണെന്നുള്ള കാര്യം ഞാൻ നിങ്ങളോട് പറയട്ടെ. നമ്മുടെ ഗുരു ഒരിക്കലും സ്വയമഹത്വം എടുത്തിട്ടില്ല. കർത്താവ് തന്നെ ചെയ്യേണ്ട പല കാര്യങ്ങളും ശിഷ്യന്മാരെ കൊണ്ട് കർത്താവ് ചെയ്യിക്കുകയാണ് ചെയ്തത്. അതുകൊണ്ട് നമുക്ക് ശിഷ്യത്വം കർത്താവിന്റെ ഏറ്റെടുക്കാം. 8ാമത്തെ കാര്യം, സുവിശേഷം ധനസമ്പാദന മാർഗമായി മാറിയിരിക്കുന്നു. സുവിശേഷം ധനസമ്പാദന മാർഗമായി മാറിയിരിക്കുന്നു. ന്യായപ്രമാണ കാലത്ത് പൗരോഹിത്യ ശുശ്രൂഷയ്ക്കായി ദൈവം ലേവി ഗോത്രത്തെ തിരഞ്ഞെടുത്തു. അവർക്ക് തലമുറയായി അവർ ആ ദൗത്യം ചെയ്തു പോരുകയും ചെയ്തു. എന്നാൽ ദൈവം അവർക്ക് അവകാശമൊന്നും കൊടുത്തില്ല. എന്നാൽ ഇസ്രായേൽ മക്കളോട് പറഞ്ഞു,
അവർക്ക് പാർക്കുവാൻ പട്ടണത്തിൽ തന്നെ 48 സ്ഥലങ്ങൾ അവർക്ക് വേണ്ടി വേർതിരിക്കുവാനായി ദൈവം അവർക്ക് വേണ്ടി അവരുടെ പാർപ്പിന് വേണ്ടി 40, അതും പട്ടണത്തിൽ തന്നെ വേണം 48 സ്ഥലം. അവരുടെ ആടുമാടുകളെ തീറ്റുവാൻ അവർക്കും സ്ഥലം വേണം. ഇതെല്ലാം ദൈവവചനത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പൊ ഉപജീവന ചിന്തകളെ കുറിച്ച് ദൈവം കർത്താവിന്റെ ദാസന്മാർക്ക് തന്നിട്ടുണ്ട്. എന്നാൽ ഇന്ന് സുവിശേഷ മാർഗം ഒരു ധനസമ്പാദന മാർഗമായി മാറി. എനിക്കറിയാം, എല്ലാ വർഷവും വിദേശ നാടുകളിൽ വിസിറ്റ് ചെയ്യുന്നവരുണ്ട്. എല്ലാ വർഷവും അവർ നാട്ടിൽ ചെന്ന് പറയുന്ന സ്ഥിരം ഒരു ശൈലിയുണ്ട്. ഈ പ്രാവശ്യം പോയിട്ട് ഞങ്ങൾക്കൊന്നും കിട്ടിയൊന്നുമില്ല, വണ്ടിക്കൂലിക്ക്. അങ്ങനൊന്നുമല്ല. വരുന്നവരാരും വെറുതെ അല്ല പോകുന്നത്. വരുന്നവരെല്ലാം നല്ല രീതിയിലാണ് പോകുന്നത്. ചിലർ വന്നാൽ അവിടുത്തെ വില ഇവിടുത്തെ വില എന്നൊക്കെ പറഞ്ഞാൽ വരുന്നത്. പക്ഷെ അർഹമായെടുത്ത് കൊടുക്കുന്നില്ല. എനിക്ക് വടക്കേന്ത്യയിലുള്ള ഒരു ദൈവദാസിനെ കുറിച്ച് ഞാൻ കേട്ടിട്ടുണ്ട്. കാശ് അദ്ദേഹത്തിന്റെ പേരിലാണ് കൊടുക്കുന്നത്. പ്ലെയിൻ പേപ്പറെ സൈൻ ചെയ്ത് മേടിക്കും. ഇത്ര രൂപ സൈൻ ചെയ്ത് മേടിക്കും. അവർക്ക് കൊടുക്കുന്നത് തുച്ഛമായ കാര്യം. ഇദ്ദേഹം നേതാവ് പൈസ അയക്കാന്നവർക്ക് കൂടുതൽ തുക എഴുതും. ഇതൊക്കെ വഞ്ചനയല്ലേ? ധനസമ്പാദന മാർഗമല്ലേ? ഞാൻ പറയട്ടെ, കർത്താവിന്റെ വേലയ്ക്ക് എന്ന രീതിയിൽ നിങ്ങൾക്ക് തന്ന പൈസ നിങ്ങൾക്ക് ഉപയോഗിക്കാൻ സ്വാതന്ത്ര്യമുണ്ട്. എന്നാൽ ഇന്ന വേലയ്ക്ക് എന്ന് പറഞ്ഞ് ആരെങ്കിലും ദൈവം പൈസ പരമേൽപ്പിച്ചാൽ അവസാനത്തെ പെനിക്ക് വരെ ദൈവത്തോട് കണക്ക് ബോധിപ്പിക്കേണ്ടി വരുമെന്നുള്ള കാര്യം നാം മറന്നുപോകും. ധനസമ്പാദന മാർഗം, സുവിശേഷ വേല ധനസമ്പാദന മാർഗമായി അലപ്പരിച്ചിരിക്കുന്നു എന്നുള്ള കാര്യം ഞാൻ പറയട്ടെ. എന്റെ സമയം തീരാറായി. ഇത് തന്നെ എനിക്ക് ഒത്തിരി പറയാനുണ്ട്. പക്ഷെ ഞാൻ പറയട്ടെ, നമുക്ക് കർത്താവിനെ അനുഗമിക്കുന്ന നമുക്ക് ധനം വേണം. നമ്മുടെ ഉപജീവനത്തിന് ധനം വേണം. എന്നാൽ പണപ്പിരിവിനെ മാത്രം ലക്ഷ്യമാക്കി ഇന്ന് നടത്തുന്ന പല സ്കൂളുകളും എല്ലാം പറയുന്നില്ല, നന്നായി നടത്തുന്നവരുണ്ട്. ഞാൻ ഈ പറയുന്നതെല്ലാം മൊത്തം കാലടച്ചല്ലെന്ന് നിങ്ങൾ ഓർക്കണം. എല്ലാവരെയും അല്ല. ഇതിനു വേണ്ടി മാത്രം അനാഥശാലകൾ നടത്തുന്നവരുണ്ട്. ഇതിനു വേണ്ടി മാത്രം ബൈബിൾ സ്കൂളുകൾ നടത്തുന്നവരുണ്ട്. ഇതിനു വേണ്ടി മാത്രം മറ്റു പ്രസ്ഥാനങ്ങൾ നടത്തുന്നവരുണ്ട്. അതിന്റെ എല്ലാം ഉദ്ദേശ ലക്ഷ്യം ധനസമ്പാദന മാർഗമാണ്. 9ാമത്തെ കാര്യം, സ്ഥാനമാനങ്ങൾക്കായുള്ള അതിവാഞ്ച ദോഷം ചെയ്യും. കേരള നിയമസഭയിലുള്ള തിരഞ്ഞെടുപ്പ് അടുത്തു വരുന്നതിനാൽ തെരഞ്ഞെടുപ്പിൽ വരുമ്പോൾ സ്ഥാനമോഹികൾ അതിനായിട്ടുള്ള ചരടുവലികളും അണിയറ നീക്കങ്ങളും ശക്തമായ നിലയിൽ തുടങ്ങും. ദുർഗന്ധം വമിക്കുന്ന പലരുടെയും രഹസ്യ ഇടപാടുകളും ബന്ധങ്ങളും പൊതുജന സമക്ഷം ഉയർത്തി കാണിച്ച് എതിരാളികളെ തറ പറ്റിച്ച് തങ്ങളുടെ സ്ഥാനം ഉറപ്പിക്കേണ്ടതിനായി പലരും കിണഞ്ഞു പരിശ്രമിക്കുകയും ചെയ്യും. എന്നാൽ ആത്മീയ ഗോളത്തിലും ഇതിന്റെ ചുവട് പിടിച്ച് ഇലക്ഷന് മുമ്പ് അവരിലുള്ള ന്യൂനതകൾ എഴുതി കാണിച്ച് ഊമക്കത്തുകൾ അയച്ച് അവരെ തറ പറ്റിക്കുവാനുള്ള കുതന്ത്രങ്ങൾ നമ്മുടെ ഇടയിലും പയറ്റി തുടങ്ങിയിരിക്കുന്നു. ഞാൻ ചോദിക്കട്ടെ, ഏത് മനുഷ്യരാ തെറ്റ് പറ്റാത്തത്? ഈ പ്രസംഗിക്കുന്ന എന്റെ ജീവിതത്തിലും തെറ്റുകൾ ഉണ്ടല്ലോ. ഞാൻ ചോദിക്കട്ടെ, ദാവീദ് തെറ്റ് ചെയ്തു. അവൻ ദൈവത്തോട് അനുദപിച്ച് പ്രാർത്ഥിച്ചപ്പോൾ ദൈവം അവന്റെ തെറ്റിനെ ക്ഷമിച്ചു കൊടുത്തില്ലേ? പിന്നെ എന്തിനാ ദാവീദിന്റെ പഴയ തെറ്റ് കുത്തിപ്പൊക്കി നമ്മൾ ദാവീദിനെ വിധിക്കുന്നത്? അന്യനെ വിധിപ്പാൻ നീ ആര്? അവൻ നിൽക്കുന്നതോ വീഴുന്നതോ സ്വന്തം യജമാന്റെ അത്രേ. അവനെ നിൽക്കുമാറാക്കുവാൻ ദൈവത്തിന് കഴിയും. രഹസ്യ ചരടുവലികളും മറ്റും എന്തിനു വേണ്ടിയാ? സ്ഥാനമാനങ്ങൾക്കൊത്ത്. രാഷ്ട്രീയത്തിന്റെ അതിപ്രതരം സഭയിലും കടന്നുകൂടിയതിനാൽ ആത്മീയ ഗോളത്തിലും സ്ഥാനമാനുകളുടെ എണ്ണം അനുദിനം വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. പരേതയായ ശിശു അന്നമ്മമാവൻ അന്ന് പാടി, സ്ഥാനങ്ങൾ മാനങ്ങൾ നശ്വരമാം മേലുള്ള യെരൂശലേം നിത്യാഗേഹം യാത്ര ചെയ്യും ഞാൻ ക്രൂശ നോക്കി യോദ്ധം ചെയ്യും ഞാൻ യേശുവിനാൽ ജീവൻ വെച്ചിടും രക്ഷകനായി അന്ത്യശ്വാസം വരെയും. ഇന്ന് ആ പാട്ടിനൊന്നും യാതൊരു സ്ഥാനവുമില്ല. ഇന്ന് പലപ്പോഴും രാഷ്ട്രീയ സ്വാധീനത ചൊലുത്തി പണം മുടക്കി നേതൃസ്ഥാനം എടുക്കുന്നവരാണ് പല ആളുകളും. നിങ്ങൾക്കറിയാം, പഴയ നിയമകാലത്ത് മുന്തിരിയോടും അത്തിയോടും ഒലിവിനോടും രാജാവായിരിക്കാൻ പറഞ്ഞു. അവര് പറഞ്ഞു, ഞങ്ങളുടെ ആത്മീയ നിലവാരം ഉപേക്ഷിച്ച് ഞങ്ങളുടെ വൃക്ഷങ്ങളുടെ മേൽ ആടാൻ വരത്തില്ല. എന്നാൽ മുൾപ്പടർപ്പ് പറഞ്ഞു, നിങ്ങൾ എന്നെ ആക്കുന്നെങ്കിൽ ഞാൻ ആയിക്കോളാമെന്ന് പറഞ്ഞു.
1 തിമോത്തിയോസ് 3:1 മുതൽ 10 വരെ, തീത്തോസ് 1:6 മുതൽ 7 വരെ വായിക്കുന്ന വേദഭാഗങ്ങളിൽ അധ്യക്ഷന്റെ യോഗ്യതകളെല്ലാം അതിനകത്ത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. സ്ഥാനമാനങ്ങൾ ഇല്ലാത്തവരെക്കാൾ സ്ഥാനമാനങ്ങൾ ഉള്ളവർക്ക് പ്രവർത്തിപ്പാൻ ധാരാളം അവസരങ്ങളുണ്ട് എന്നതിന് തർക്കമില്ല. ഇനി നമ്മുടെ ഇടയിൽ നമ്മുടെ പ്രസ്ഥാനങ്ങളുടെ IPC മാത്രമല്ല എല്ലാ പ്രസ്ഥാനങ്ങളുടെയും നേതൃനിരയിൽ വരുന്നവരാണ് ആത്മീയത്തിൽ മുമ്പിൽ നിൽക്കുന്ന ഒരു കാഴ്ചപ്പാട് നമുക്കുണ്ട്. എന്ന് വെച്ചാൽ കല്യാണം നടത്തണേ അവര് വരണം, ശവമടക്കണേ അവര് വരണം, കൊച്ചിന്റെ പ്രതീക്ഷ നടത്തണേ അവര് വരണം, ഹോളിന്റെ പ്രതീക്ഷ നടത്തണേ അവര് വരണം. ഞാൻ ചോദിക്കട്ടെ, അവര് നിയമപ്രകാരമുള്ള സൊസൈറ്റിയുടെ ഇലക്ഷൻ നടത്തി പ്രസ്ഥാനങ്ങളുടെ പ്രസിഡന്റാ. സഭയുടെ പ്രസിഡന്റ് എന്ന് പറയാനൊക്കത്തില്ല. ദൈവസഭയുടെ പ്രസിഡന്റ് കർത്താവ് തന്റെ ദാസന്മാരെ ആക്കിയിട്ടുണ്ട്. എന്നാൽ നമ്മുടെ ഇടയിൽ അന്ധമായ ഒരു രീതി വന്നു. തെരഞ്ഞെടുക്കപ്പെടുന്നവർ മാത്രമേ അത് ചെയ്യാവുന്നുള്ളൂ. എന്തിനു വേണ്ടിയാ? പ്രശസ്തിക്ക് വേണ്ടിയും പേരിന് വേണ്ടിയും. അതും ദൈവനപ്രകാരം തെറ്റാണെന്നുള്ള കാര്യം നാം അറിഞ്ഞിരിക്കണം. അവരെക്കാൾ എത്രയോ കൃപയും താനന്തും കഴിവുള്ള ദൈവദാസന്മാർ നമ്മുടെ മധ്യേ ഉണ്ട്. എന്റെ ഭാഷയെ പറഞ്ഞാൽ ലോക്കൽ സഭയിലെ ശുശ്രൂഷകൻ ഒരു പെൺകുട്ടി ആ സഭയെ ഗർഭിണിയാകുമ്പോൾ തൊട്ടേ പ്രാർത്ഥന തുടങ്ങും. കർത്താവെ സൂരമായി വിടുതൽ കൊടുക്കണമേ. കുഞ്ഞ് ജനിച്ചു വെളിയിൽ വന്നാൽ ആ ഉദ്ദേശിയെ കൊണ്ട് പ്രതിഷ്ഠിക്കത്തില്ല, നേതാവ് വരണം. അതൊക്കെ അനീതിയല്ലേ? ലോക്കൽ സഭയിലെ ശുശ്രൂഷകൻ കഴിവും പക്വതയുമുള്ള ആളാണെങ്കിൽ അദ്ദേഹത്തിന് എന്തുകൊണ്ട് കല്യാണം നടത്തിക്കൂടാ? അദ്ദേഹത്തിന് എന്തുകൊണ്ട് ശവം അടക്കിക്കൂടാ? നമ്മുടെ ഇടയിൽ തെറ്റായ ചിന്താഗതിയാണ് നേതൃത്വം പ്രാപിച്ചവർ വന്ന് ചെയ്യണമെന്നുള്ളത്. അവരോ 2-3 വർഷത്തേക്ക് തെരഞ്ഞെടുപ്പിനാൽ വരുന്നവരാ. അവർ ചെയ്യുന്ന തെറ്റാന്ന് ഞാൻ പറയുന്നില്ല, അവരും ചെയ്തോട്ട്. എന്നാൽ അവരെ കൊണ്ട് മാത്രമേ ജയിക്കാവുന്നുള്ള ധാരണ നമ്മുടെ ഇടയിൽ വരുന്ന ദൈവവചനത്തിന്റെ വ്യവസ്ഥയ്ക്ക് തെറ്റാണെന്നുള്ള കാര്യം നാം അറിഞ്ഞിരിക്കണം. നുണപ്രചരണങ്ങൾ നടത്തിയും കാശ് കൊടുത്തും വീട് വീടായി കയറിയിറങ്ങിയും സ്വാധീനത ചെലുത്തിയും എല്ലാ വഴികളുടെയും പ്രചരണം നടത്തി നേതാവാകുന്നത് ദൈവത്താലല്ല എന്ന് നാം അറിഞ്ഞിരിക്കണം. എന്തിനാ? രാഷ്ട്രീയത്തിൽ ഇലക്ഷന്റെ അന്നത്തെ ദിവസം ആ ഇലക്ഷന് നിൽക്കുന്ന ആളിനോട് പോലും ആരോട് വോട്ട് ചോദിക്കാൻ അവകാശമില്ല. എന്നാൽ ഇലക്ഷന്റെ അന്നല്ലയോ നമ്മൾ ബാനറുമൊക്കെ പിടിച്ചോണ്ട് ആളുകളോട് ലോക മര്യാദ പോലും നമ്മൾ ലംഘിക്കുന്നു. എന്തിനു വേണ്ടി? ആ സ്ഥാനമാനത്തിന് വേണ്ടി. ചിലരെ സ്ഥാനമാനങ്ങൾ ലഭിച്ചാൽ പിന്നെ മരണം വരെ ഇരിക്കണം. ഓരോന്ന് വളർന്നു വന്നു പിന്നെയും പ്രസ്താവന ഇറക്കുക, എനിക്ക് ഒരു ടേം കൂടെ തരണം. ഇത്രയും നാൾ ഇരുന്നില്ലയോ? പോരായോ? ഒരു ടേം കഴിയുമ്പോൾ മാറിക്കൊട, അല്ലെ 2 ടേം കഴിയുമ്പോൾ മാറിക്കൊട. മറ്റുള്ളവർക്ക് കൂടെ അവസരങ്ങൾ കിട്ടട്ടോ. ഇത് ഞാൻ തന്നെയാണ്, എന്റെ കൈ കൂടെ ഇതെല്ലാം പോകാമെന്ന് പറയുന്നതും ശരിയാണോ? അല്ല. മറ്റുള്ളവർക്ക് കൂടെ അവസരങ്ങൾ നമ്മൾ ഒടുക്കി കൊടുക്കണം. 10ാമത്തെ കാര്യം കൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കട്ടെ. സഭയിൽ ശിക്ഷണ നടപടികൾ കുറഞ്ഞിരിക്കുന്നു. നിങ്ങൾക്കറിയാം, ഏരന്തോട്ടത്തിൽ ദൈവത്തിന്റെ സഭയെ 3 പേരേ ഉള്ളൂ. ആ കൂട്ടായ്മയിൽ 3 പേരേ ഉള്ളൂ. ദൈവം, ആദാം, ഹവ്വ. 3 പേരുള്ള സഭയെന്ന് 2 പേരെ മുടക്കി. അവർ തെറ്റ് ചെയ്തതിനാൽ. ഇന്നത്തെ ഞാനായിരുന്ന ദൈവത്തിന്റെ സ്ഥാനത്ത് ഞാൻ പറയും, എന്റെ ചായ സാരമില്ല, പഴം നിന്നെന്നല്ല ഉള്ളൂ, ആകെപ്പാട് നമ്മൾ 3 പേരുള്ളൂ. അച്ഛനും അമ്മാമയും കൂടെ പോയാൽ പിന്നെ എന്തോ ചെയ്യുന്നില്ല, അവരെ പിടിച്ചു നിർത്തിയേനെ. ദൈവം അവരെ പുറത്താക്കി എന്ന് പറയും. സഭയെ പുറത്താക്കാനൊക്കെ ദൈവ വ്യവസ്ഥയുണ്ട്, അതുകൊണ്ട് എടുക്കാൻ എനിക്ക് സമയമില്ല. എന്റെ പ്രസംഗം തീരേണ്ട സമയമായി. കൊരിന്ത്യ സഭയിൽ ഒരാൾ കയറി പെട്ടെന്ന് കയറി പൂർവ്വ വിദ്യാഭ്യാസത്തിന് മുടക്കാനൊന്നും പാടില്ല. അതിനൊക്കെ ദൈവത്തിന്റെ വ്യവസ്ഥയുണ്ട്. ഞാനും ദൈവത്തിന്റെ ആത്മാവും നിങ്ങളും എല്ലാം കൂടി ഒത്തുചേർന്ന് സാത്താനെ ഏൽപ്പിക്കുന്നതാണ്. ശിക്ഷണ നടപടിക്ക് സാത്താനെ ഏൽപ്പിക്കുന്നതാണ്. ചിലരെ സൂക്ഷിച്ചു കൊള്ളുവാൻ പൗലോസ് പ്രത്യേകം പറയുന്നു. ഇന്ന് ശിക്ഷണ നടപടി താക്കീത് ചെയ്യാൻ പോലും ആരെ കൊണ്ടും കഴിയുന്നില്ല. കാരണം ചോദിക്കാൻ വരുമ്പം നിങ്ങളീ പാവമില്ലാത്തവൻ എന്നെ കല്ലെറിയട്ടെ എന്ന് ആ സ്ത്രീ പറഞ്ഞതുപോലെ പറഞ്ഞാൽ എല്ലാവരും വെള്ളം കുടിക്കും. കാരണം നടപടി എടുക്കാൻ വരുന്ന ആളും ഇതിനെക്കാട്ടി വലിയ ക്രമീകരണം തെറ്റി നടക്കുന്നയാളായിരിക്കും. എല്ലാവരും അല്ലേ? ഞാൻ പറയുന്നൊന്നും എല്ലാവരുടെയും കാര്യമല്ല. നിങ്ങൾ ഒരിക്കലും കാടടച്ച് ഞാൻ വെടിവെക്കുകയല്ല. എല്ലാവരുടെയും കാര്യമല്ല, ചിലരുടെ കാര്യമാണ് ഞാൻ പറയുന്നത്. അതുകൊണ്ട് ശിക്ഷണ നടപടികളും സഭയെ കുറഞ്ഞിരിക്കുന്നു. ദൈവജനമേ, ഇനി എനിക്ക് ഒത്തിരി പറയാനുണ്ട്. ഇനി എന്തെങ്കിലും അവസരങ്ങൾ ഉണ്ടാകട്ടെ. 10 കാര്യങ്ങൾ ഞാൻ പറഞ്ഞു. സഭയുടെ മൂല്യച്ചൂരിലൂടെ 10 കാര്യങ്ങൾ ഞാൻ പറഞ്ഞു. 1, ശരിയായ രക്ഷാനിർണയം പ്രാപിച്ചവർ ദൈവസഭയിൽ കുറഞ്ഞിരിക്കുന്നു.
രണ്ടാമത്തെ കാര്യം ഞാൻ പറഞ്ഞത്, ശരിയായ സുവിശേഷം പ്രസംഗിക്കപ്പെടുന്നില്ല. 3, രാഷ്ട്രീയത്തിന്റെ അതിപ്രസരം സഭയെ വിഴുങ്ങിയിരിക്കുന്നു. 4, പണത്തിന്റെ സ്വാധീനത സഭയെ ഗ്രസിച്ചിരിക്കുന്നു. 5, ഗുണനിലവാരത്തെക്കാൾ പെരുപ്പത്തിന്, ക്വാളിറ്റിയേക്കാൾ ക്വാണ്ടിറ്റിക്ക് പ്രാധാന്യം നൽകുന്നു. 6, ഫലത്തേക്കാൾ വൃക്ഷം തഴച്ചിരിക്കുന്നതിൽ ജനം താല്പര്യപ്പെടുന്നു. 7, ദൈവജനത്തിന് ശിഷ്യത്വം നഷ്ടമായി. 8, സുവിശേഷം ധനസമ്പാദന മാർഗമായി ആലപ്പറിച്ചിരിക്കുന്നു. 9, സ്ഥാനമാനങ്ങൾക്കായുള്ള അതിവാഞ്ച ദോഷം ചെയ്യുന്നു. 10, ശിക്ഷണ നടപടികൾ സഭകളിൽ കുറഞ്ഞിരിക്കുന്നു. ഞാൻ ഈ പറഞ്ഞതിൽ ആരെയും വ്യക്തിപരമായി ഞാൻ വേദനിപ്പിക്കണമെന്ന് ചൊല്ലി പറഞ്ഞതല്ല. സഭയുടെ മടങ്ങേരുവിന് വേണ്ടി പൊതുവായ കാര്യങ്ങൾ പറഞ്ഞതേ ഉള്ളൂ. ആർക്കെങ്കിലും എന്റെ ക്ലാസ്സിൽ എന്തെങ്കിലും പ്രയാസങ്ങൾ തോന്നിയിട്ടുണ്ടെങ്കിൽ കർത്താവിന്റെ നാമത്തിൽ ക്ഷമിക്കുക. നല്ല ഉദ്ദേശത്തോട് പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. ദൈവം നമ്മെ സഹായിക്കട്ടെ. ഈ ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്ത എല്ലാവർക്കും കർത്താവിന്റെ നാമത്തിൽ എനിക്കുള്ള നന്ദിയെ ഞാൻ അറിയിക്കുന്നു. ദൈവം നമ്മെ സഹായിക്കുമാറാകട്ടെ. ആമേൻ. പ്രൈസ് ദി ലോർഡ്. കർത്താവ് നമ്മെ കേൾപ്പിച്ച ദൈവിക സന്ദേശത്തിനായിട്ട് നമുക്ക് ദൈവത്തിന് മഹത്വം കൊടുക്കാം. പ്രിയരെ, ഈ നാളുകളിൽ അറിയേണ്ട അനേക വസ്തുതകളെ പറ്റി പ്രിയ കർത്തദാസിലൂടെ കേൾക്കുവാൻ ഇന്ന് രാത്രിയും ദൈവം നമുക്ക് അവസരം നൽകി. പ്രിയരെ, തിരുത്തപ്പെടേണ്ട ഭാഗത്ത് തിരുത്തൽ സംഭവിച്ച് മടങ്ങി വരേണ്ടിടത്ത് മടങ്ങി വന്നുകൊണ്ട് ദൈവാനുരൂപമായി ഒരുക്കപ്പെടുന്ന ഒരു മനോഭാവത്തിൽ ഒരുമിച്ച് നമുക്ക് കർത്താവിന്റെ സന്നിധിയിലേക്ക് അടുത്തു വരാം. അതിനുവേണ്ടി ഇന്ന് രാത്രിയിലത്തെ ഈ ക്ലാസ് പ്രത്യേകിച്ച് പ്രിയ കർത്തദാസൻ ദീർഘപതിറ്റാണ്ടുകളുടെ ദൈവവചന അറിവും അതുപോലെ തന്നെ ശുശ്രൂഷ പാഠവും ദൈവവചനത്തിന്റെ ബോധ്യമുള്ള ദൈവദാസനിലൂടെ കേട്ട ദൈവിക സന്ദേശം നമ്മുടെ ഉള്ളിൽ അനുഗ്രഹത്തിന് കാരണമായി തീരട്ടെ. പ്രത്യേകിച്ച് വളരെ തിരക്കുകളുടെ നടുവിലും ഞങ്ങളോടൊപ്പം ഒരുമിച്ച് ചേർന്ന് അനുഗ്രഹിക്കപ്പെട്ട ക്ലാസ് എടുത്ത പ്രിയ കർത്തദാസൻ ജോർജ് കുട്ടി അവർക്ക് ഹൃദയംഗമായ നന്ദിയെ സ്നേഹത്തെയും അറിയിക്കുന്നു. കർത്താവ് പ്രിയ ദൈവദാസനെ അധികമായി സഹായിക്കട്ടെ. നമ്മുടെ എല്ലാ കണ്ണുകളും അടയ്ക്കാം. നമുക്ക് ഒരുമിച്ച് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം. നമ്മളെല്ലാവരും പ്രാർത്ഥനയോടെ ആയിരിക്കുമ്പോൾ പ്രിയ അനുഗ്രഹീത കർത്തദാസൻ പാസ്റ്റർ മോൻസി എം വർഗീസ് അവർ പ്രിയ പിതാവ് പ്രാർത്ഥിച്ച് ഇപ്പോൾ ആശീർവാദം പറയുന്നതായി. പാസ്റ്ററെ അൺമ്യൂട്ട് ചെയ്യണേ. പാസ്റ്ററെ അൺമ്യൂട്ട് ചെയ്യണേ. പ്രാർത്ഥിച്ചോ പാസ്റ്റർ? കേൾക്കാം. ഹല്ലേലൂയ. സ്തോത്രം സ്തോത്രം. വാഗ്ദത്തങ്ങൾ വിശ്വസ്തനായ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, നന്ദിയോടെ തിരുനാമത്തെ ഞങ്ങൾ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഇന്ന് വിവിധ സ്ഥലങ്ങളിൽ ഇരുന്ന് ഞങ്ങൾക്ക് ഈ സൂം വഴിയുള്ള ഈ മീറ്റിങ്ങിൽ ഒരുമിച്ച് ദൈവപാദപീഠത്തിൽ ആയിരിക്കാൻ ലഭിച്ച നല്ല സമയത്തിനായി നന്ദിയോടെ അങ്ങേ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഈ മീറ്റിങ്ങിന്റെ ആരംഭ സമയം മുതൽ ഇത്രത്തോളം ദൈവ സാന്നിധ്യത്തിൽ ഈ മീറ്റിംഗ് നടക്കുവാൻ തക്കവണ്ണം കർത്താവ് കൃപ നൽകിയത് ഓർത്ത് നന്ദിയോടെ അങ്ങേ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. നല്ല ഗാന ശുശ്രൂഷകൾ ഞാൻ അനുഭവിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തുവാനും ആത്മീയ സന്തോഷം അനുഗ്രഹങ്ങളും പ്രാപിപ്പാൻ കർത്താവ് കൃപ നൽകിയതിനാൽ നന്ദിയോടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. പ്രിയ കർത്തദാസൻ പാസ്റ്റർ വിയപരം ജോർജ് കുട്ടിയിൽ കൂടെ ശക്തമായ ദൈവിക സന്ദേശങ്ങൾ, ദൈവിക ആലോചനകൾ ഈ കാലഘട്ടത്തിന് ആവശ്യമായത് നൽകുവാൻ തക്കവണ്ണം ദൈവം കൃപ നൽകിയത് ഓർത്ത് നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഈ അന്ത്യകാലത്ത് കർത്താവിന്റെ വരവേറ്റവും ആസന്നമായ ഈ കാലയളവിൽ ദൈവമക്കൾ, ദൈവദാസന്മാർ വളരെ ശ്രദ്ധയോടെ കരുതിക്കൊള്ളേണ്ടതായിരിക്കുന്ന അനേക വിഷയങ്ങളെ ദൈവത്തിന്റെ അടിസ്ഥാനത്തിൽ വളരെ ശക്തമായി പ്രസ്താവിപ്പാൻ അവിടുത്തെ ദാസനെ കരങ്ങൾ ഉപയോഗിച്ചതിനാൽ നന്ദിയോടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ദൈവസഭ കറയും ചുളുക്കവും മാലിന്യമില്ലാതെ അത് തേജസ്സോടെ ദൈവത്തിൽ നിർത്തപ്പെടുവാൻ തക്കോണം ഈ കാലഘട്ടത്തിൽ ഒരുക്കം പ്രാപിക്കേണ്ട ആ സ്ഥാനത്ത് ദൈവകൃപയിൽ നന്യപ്പെട്ടു പോകുവാൻ ഇടയായിട്ടുണ്ട് എന്നുള്ളത് സമ്മതിച്ച ഒരു മടങ്ങി വരവ് ദൈവ മക്കൾക്കെല്ലാം ദൈവസഭയ്ക്ക് നൽകി ദൈവ യഥാസ്ഥാനപ്പെടുത്തി പൂർവാധികം ശക്തിയോടെ
ഈ കൊറോണയുടെ കാലഘട്ടത്തിൽ എല്ലാ പ്രതികൂലങ്ങളെ അതിജീവിച്ച് മുന്നേറുവാനുള്ള ദൈവശക്തി ആർജിക്കുവാൻ തക്കോണം ഈ വചനം കേട്ട എല്ലാ മക്കൾക്കും ദൈവദാസന്മാർക്കും അവിടുന്ന് കൃപ നൽകുമാറാകണമേ എന്ന് അവിടുത്തോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നിന്റെ ദാസനെ അധികമായി പിന്നെയും ശക്തീകരിക്കുകയും ദൈവകരങ്ങൾ ശക്തമായി ഉപയോഗിക്കുകയും ചെയ്യണമേ, കുടുംബമായി അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇങ്ങനെ ഒരു മീറ്റിംഗ് ക്രമീകരിപ്പാൻ തക്കവണ്ണം പ്രിയ കർത്താവിന്റെ ദാസൻ പാസ്റ്റർ ഫെയ്ത്ത് ബ്ലേസിനെയും കർത്താവ് കരങ്ങൾ ഉപയോഗിച്ചതിനാൽ സ്തോത്രം ചെയ്യുന്നു. ഇന്ന് ഇവിടെ സംബന്ധിച്ച എല്ലാ കർത്തദാസന്മാരെയും എല്ലാ ദൈവമക്കളെയും എല്ലാ കുടുംബങ്ങളെയും കർത്താവ് പൂർവാദ്യം അനുഗ്രഹിക്കണമേ, നന്മകളാൽ നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് കൊറോണ വൈറസിന്റെ വലിയ രോഗം ബാധിച്ച അനേകായിരങ്ങൾ ലക്ഷങ്ങൾ അത് കഷ്ടങ്ങളും ദുഃഖങ്ങളും വേദനകൂടെ കടന്നു പോകുന്നു. രോഗികളായിരിക്കുന്നവരൊക്കെ കർത്താവ് സൗഖ്യമാക്കണമേ. ഈ രോഗബാധയിൽ നിന്ന് കർത്താവ് പൂർണ്ണമായി വിടുവിച്ച് ജനത്തെ അത് അനുഗ്രഹമായി മുൻപോട്ട് പോകാനുള്ള സന്ദർഭം ഒരുക്കണമേ എന്നവിടത്തോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഈ അന്ത്യകാലത്ത് സകല ജനത്തിന്മേലും നിന്റെ ആത്മാവിനെ പകരുമെന്നുള്ള ദൈവത്തിന്റെ വാഗ്ദത്തം നിവർത്തിക്കപ്പെടുത്തണം. അതിനുവേണ്ടി ദൈവമക്കൾ ഒരുങ്ങുവാനും കർത്താവിന്റെ വരവിനെ ബന്ധപ്പെടുത്തിക്കൊണ്ട് കർത്താവ് ഏൽപ്പിച്ച ശുശ്രൂഷ അത് ദൈവത്തിന്റെ വ്യവസ്ഥയിൽ ദൈവത്തിന്റെ പ്രസാദം പെരുമാറ് അനുഗ്രഹമായ നിലയിൽ നിർവഹിപ്പാനുള്ള ദൈവകൃപ അടിയങ്ങളുടെ മേലെല്ലാം ചൊരിയണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ തെറ്റുകൾ, ഞങ്ങളുടെ കുറവുകൾ, പോരായ്മകൾ തിരുത്തി ഒരു വിശുദ്ധ ജീവിതത്തിൽ മുൻപോട്ട് പോകാനും ആത്മീയ അനുഭവങ്ങൾ വർദ്ധിച്ചു വരുവാനും കർത്താവിന്റെ സന്നിധിയിൽ അന്യന്തരായി വെളിപ്പെടുവാൻ തക്കവണ്ണം ഈ വചനത്തിന്റെ കേൾവി മുഖാന്തരമാക്കി തീർക്കണമേ. ചോദിച്ചൽ പരമായി എല്ലാ അനുഗ്രഹങ്ങളും കൃപകളും എല്ലാവരുടെ മേലും ചൊരിയണമേ. അതേ സ്വദേശം വിദേശമായി ആയിരിക്കുന്ന എല്ലാ ദൈവമക്കളെയും ദൈവദാസന്മാരെയും പൂർവാദ്യം അനുഗ്രഹിച്ച് അതിശക്തമായ ശുശ്രൂഷയ്ക്ക് വേണ്ടി ദൈവം ഒരുക്കുകയും സഹായിക്കുക അവിടുത്തെ വരവിനായി ഒരുക്കി മുൻപോട്ട് നടത്തുകയും ചെയ്യണമേ. മഹത്വപ്പെടുന്ന എടുക്കണമേ. യേശു ക്രിസ്തു നിസ്തുല്യ നാമത്തിൽ അപേക്ഷിക്കുന്ന പിതാവേ, കൃപയോടെ കേൾക്കുമാറാകണമേ. ആമേൻ. ആശീർവാദം കൂടെ നമ്മുടെ കർത്താവ് ലക്ഷ്യമായ യേശുമിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ നിരന്തരമായ കൂട്ടായ്മയും സംസർഗാവലും നമ്മോട് പുറത്താൽ വിഷയങ്ങളോട് സകല വിശുദ്ധന്മാരോടും ഇപ്പോഴും എപ്പോഴും കർത്താവിന്റെ മേഘത്തിലേ വരെ ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ. സ്തോത്രം, സ്തോത്രം. കർത്താവ് എല്ലാവരെയും സഹായിക്കട്ടെ. എല്ലാവരോടുമുള്ള നന്ദി ഒരു പ്രാവശ്യം കൂടെ അറിയിക്കുന്നു. നാളെ വൈകിട്ട് മുതൽ നമ്മുടെ യൂഷ്വൽ ആയിട്ടുള്ള മീറ്റിംഗ് ഉണ്ട്. വൈകിട്ട് 7:30 ആവുമ്പോൾ ഒരുമിച്ച് കൂടി വരാം. കർത്താവ് എല്ലാവരെയും സഹായിക്കട്ടെ. ഗോഡ് ബ്ലസ് യു. ഒരു പ്രാവശ്യം കൂടെ പ്രിയ പാസ്റ്ററിനോടുള്ള പ്രത്യേക നന്ദി അറിയിക്കുന്നു. കർത്താവ് എല്ലാവരെയും സഹായിക്കട്ടെ. ഗോഡ് ബ്ലസ് യു. നിന്നെ വിട്ടിട്ടടിയങ്ങളെങ്ങു പോയി വസിക്കും. നീയല്ലോ ഞങ്ങൾക്കുള്ള ദിവ്യ സമ്പത്തേശുവേ. ഭാഗ്യമേശുനാഥനോടു ചേർന്നു ഞാനിതാ. ഇതെന്തു ഭാഗ്യമേശുനാഥനോടു ചേർന്നു ഞാനിതാ. ഇത്ര ശ്രേഷ്ഠനാഥനെന്റെ മിത്രമായി ഭവിച്ചു. ഇത്ര ശ്രേഷ്ഠനാഥനെന്റെ മിത്രമായി ഭവിച്ചു. ഇതെന്തു ഭാഗ്യമേശുനാഥനോടു ചേർന്നു ഞാനിതാ.
ഒരിക്കലും പിരിഞ്ഞു പോയിടാത്തൊരുറ്റ സ്നേഹിതൻ, ശരിക്കു സൽപ്രബോധനങ്ങൾ തന്നു താങ്ങിടുന്നവൻ, തനിക്ക് തുല്യനില്ല ഭൂവിലന്യനിത്ര നല്ലവൻ, തനിക്ക് തുല്യനില്ല ഭൂവിലന്യനിത്ര നല്ലവൻ. ഇതെന്തു ഭാഗ്യമേശുനാഥനോടു ചേർന്ന് ഞാനിതാ. കരുത്തനാമവൻ കരുത്തിനാൽ പിടിച്ചിരിക്കയാ, ഒരുത്തനും പിടിച്ചു വേർപിരിക്കുവാൻ കഴിഞ്ഞിട. വിരുദ്ധമായി വരുന്നതൊന്നും ഏതുമേ ഭയന്നിടാ, വിരുദ്ധമായി വരുന്നതൊന്നും ഏതുമേ ഭയന്നിടാ. ഇതെന്തു ഭാഗ്യമേശുനാഥനോടു ചേർന്ന് ഞാനിതാ. അനാഥനല്ല ഞാനിനി അനുഗ്രഹാവകാശിയാ, അനാദി നിർണയപ്രകാരം എന്നെയും വിളിക്കയാൽ വിനാശമില്ലെനിക്കിനി അനാമയം വസിച്ചിടാ, വിനാശമില്ലെനിക്കിനി അനാമയം വസിച്ചിടാ. ഇതെന്തു ഭാഗ്യമേശുനാഥനോടു ചേർന്ന് ഞാനിതാ. ഇതെന്തു ഭാഗ്യമേശുനാഥനോടു ചേർന്ന് ഞാനിതാ. ഇത്ര ശ്രേഷ്ഠനാഥനെന്റെ മിത്രമായി ഭവിച്ചു ഹാ, ഇത്ര ശ്രേഷ്ഠനാഥനെന്റെ മിത്രമായി ഭവിച്ചു ഹാ. ഇതെന്തു ഭാഗ്യമേശുനാഥനോടു ചേർന്ന് ഞാനിതാ.